ഡിയർ ഡോക്ടേഴ്സ്, നമുക്കിന്ന് 2 മുതൽ 4 വരെയുള്ള സെഷൻ 2 ക്ലാസ് ആണ്. ഒരു മെറ്റീരിയ മെഡിക്ക ക്ലാസ് ഡോക്ടർ തുഷാര ആൾറെഡി ഒരു മെറ്റീരിയ മെഡിക്ക ഒരു ക്ലാസ് 2 മണിക്കൂർ എടുത്തതാണ് ഒരു 2 ആഴ്ച മുമ്പ്. പക്ഷെ അതിന്റെ റെക്കോർഡിംഗ് നമുക്ക് ലഭ്യമല്ല. കാര്യം അന്ന് ഗൂഗിൾ മീറ്റിലായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. തുഷാര ഇന്ന് എടുക്കുന്നത് സർസപ്പാരില്ല, സെക്കേലി, സിഫിലിനം, എസ്സിൽ നമ്മൾ പുറകിൽ നിന്നാണ് ഇങ്ങോട്ട് ഡ്രഗ്സ് വരുന്നത്. ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, കുറച്ച് ക്ലാസ് കഴിഞ്ഞത് അങ്ങനെയാണ്. അതിനുശേഷം എൻഡോക്രൈനോളജി ക്ലാസ് ആണ്. ഡോക്ടർ സമീഹ ഡോക്ടറുടെ ക്ലാസ് ഗൊണാഡ്സ്, ടെസ്റ്റിസ് ആൻഡ് ഓവറി, അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. വൈകിട്ട് 6:30 തൊട്ട് 8 മണി വരെയുള്ള 7:45 വരെയുള്ള സെഷൻ ഇന്ന് ഡോക്ടർ ലോവിന മെറ്റീരിയ മെഡിക്ക ഡിസ്കഷൻ ആണ്. എബിസ് നൈഗ്ര എന്നുള്ള ഡ്രഗും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡിസ്കഷൻ കൂടാണ്. അപ്പോൾ എല്ലാവരും, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, എല്ലാവരും അവരുടെ ഈ സൂമിൽ അവരുടെ പേര്, കൃത്യമായ പേര് രേഖപ്പെടുത്തി തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. വേറൊന്നിനുമല്ല, നമുക്ക് എങ്കിലും ആരൊക്കെയാണ് പങ്കെടുക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി. ഇപ്പോഴും ഐഫോൺ എന്നും ഓപ്പോ എന്നൊക്കെ പേരിൽ ചിലർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒഴിവാക്കണമെന്ന് കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞതാണ്. എല്ലാവരും അവരവരുടെ പേരൊന്ന് രേഖപ്പെടുത്തി ജോയിൻ ചെയ്യുക. നമ്മൾ അടുത്ത ആഴ്ച മുതൽ ക്ലാസ്സുകൾ ഒന്നുകൂടെ, അതിൻ്റെ രീതികൾ ഒന്നുകൂടെ മാറ്റുന്നുണ്ട്. കാര്യം നമുക്ക് പരീക്ഷ ഒരു 6 മാസത്തിൽ, ജൂണിലെങ്കിലും എക്സാം ഉണ്ടാകും. അടുത്ത 6 മാസത്തിൽ എക്സാം ഉണ്ടാകും എന്നുള്ള ഒരു കണക്കൂട്ടലിൽ അല്പം കൂടെ ഒന്ന് സ്പീഡ് കൂട്ടി പോകേണ്ടതുണ്ട്. അടുത്ത ആഴ്ച നമ്മൾ ഫാർമസി ഒരാഴ്ച കൊണ്ട് 20-ാം തീയതി 30-ാം തീയതി കൊണ്ട് 20-30 ഇടയ്ക്ക് ഒരു 10 ദിവസം കൊണ്ട് ഫാർമസി ഡിസ്കസ് ചെയ്ത് തീർക്കാമെന്ന് കരുതുകയാണ്. ഇടയ്ക്ക് മറ്റ് ക്ലാസ്സുകളും ഉണ്ടാകും, മെറ്റീരിയ മെഡിക്ക ക്ലാസ്സുകളൊക്കെ ഇടയ്ക്ക് ഉണ്ടാകും. എങ്കിലും ഫാർമസി ആയിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പതോളജി 1-2 ക്ലാസ്, ഇന്നലെ ക്ലാസ് എടുത്ത ഡോക്ടർ സെൽജ ജയകുമാറിന്റെ 2 ക്ലാസ് ഒരു 3 മണിക്കൂർ സെഷൻ കൊണ്ട് പതോളജി തീർക്കണമെന്ന് കരുതുന്നു. ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾറെഡി അവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കൂട്ടത്തിൽ ഡോക്ടർ നേതൃത്വം കൊടുക്കുന്ന, ദീപം ഡോക്ടർ മാത്രമല്ല ബാക്കിയുള്ളവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഹോമിയോപ്പതി ഡിസ്കഷൻ, മെറ്റീരിയ മെഡിക്ക ഡിസ്കഷൻ നടക്കും. ഇന്നും ഉച്ചയ്ക്ക് 4 മണിക്ക് ശേഷമുള്ള സമയം ഉണ്ടാകും. നാളെ മുതൽ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഈ 2 മണി 4 മണി സൂം സെഷൻ ഉള്ളതുകൊണ്ട് നമ്മളുടെ ടെലിഗ്രാമിലുള്ള MCQ രാവിലത്തേക്ക് മാറ്റേണ്ടി വരും. 10-12 എന്നുള്ളൊരു ടൈം. എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിരിക്കില്ല, എങ്കിലും കൺവീനിയൻ്റ് ആയിട്ടുള്ളവർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ജനുവരിയിൽ മുതൽ എല്ലാ മാസവും മുഴുവൻ ടോപ്പിക്കും കവർ ചെയ്യുന്ന 2 മോഡൽ ടെസ്റ്റ് വീതം ഓൺലൈനിൽ തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഓൺലൈനിൽ കൃത്യം 1 മണിക്കൂർ 15 മിനിറ്റ് സമയത്ത് 100 ക്വസ്റ്റ്യൻസ് ഇട്ട് ഓൺലൈനിൽ ഫുൾ പോർഷൻ, നമ്മൾ പഠിച്ച ക്ലാസ് എടുത്ത പോർഷൻസ് അല്ല, ഫുൾ പോർഷൻസ് കവർ ചെയ്യുന്ന 2 മോഡൽ ടെസ്റ്റ് വീതം 6 മാസം 12 ടെസ്റ്റ്. അതാണ് ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കുറേയേറെ കാര്യങ്ങൾ പ്ലാനിങ്ങിൽ വരുത്തുന്നുണ്ട്. നിങ്ങളുടെ കോപ്പറേറ്റ് ചെയ്യുക, നിങ്ങളുടെ തന്നെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷനിലേക്ക് പോകുന്നില്ല. ഏതാണ്ട് 85 പേർ ജോയിൻ ചെയ്തു. അപ്പോൾ തുഷാര ഡോക്ടറെ ക്ലാസ് തുടങ്ങിക്കോളൂ. ഓക്കെ സർ, താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. അപ്പം മെറ്റീരിയ മെഡിക്ക ആണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ഡ്രഗ് എന്ന് പറഞ്ഞാൽ സർസപാരില്ല, സീക്കേൽ ആൻഡ് സിഫിലിനം. അപ്പൊ ഈ ഡ്രഗിലേക്ക് പോകുന്നതിന് മുമ്പ് മെറ്റീരിയ മെഡിക്കയിൽ ചോദിക്കാൻ, MCQയിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ഇതിന്റെ സോഴ്സ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും പേനയും പേപ്പറും ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ചൊരു സോഴ്സ് ബുക്ക് ജസ്റ്റ് ഒന്ന് പറയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ഭയങ്കര ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് സോഴ്സ് ബുക്ക് എന്ന് പറഞ്ഞാൽ എൻസൈക്ലോപീഡിയ ഓഫ് പ്യൂർ മെറ്റീരിയ മെഡിക്ക ആണ്. ആരാ എഴുതിയത് എന്നറിയാമോ? TF അലൻ ആണ് എഴുതിയത്. അപ്പം അത് ഇനിഷ്യല് തെറ്റിപ്പോകരുത്, കാരണം നമുക്ക് കുറെ അലന്മാരുണ്ട്. HC അലൻ, JH അലൻ, WC അലൻ എല്ലാം ഉണ്ട്. എൻസൈക്ലോപീഡിയ എഴുതിയത് TF അലൻ ആണ്. അതിന് ടോട്ടലി 12 വോളിയമാണ് ഉള്ളത്, 12 വോളിയം. അപ്പം ഇതില് 12 വോളിയത്തില് 11 and 12 വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംറ്റം രജിസ്റ്റർ, അതായത് റെപ്പർട്ടറി പാർട്ടാണ്. ചിലപ്പോൾ MCQന് ഓപ്ഷനിൽ 12 വോളിയം
ഇല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 10 ഉണ്ടോ എന്ന് നോക്കുക. 10 ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഇതിൽ ടോട്ടൽ മെഡിസിന്റെ എണ്ണവും ഓർത്ത് വെച്ചിരിക്കണം. 1039 മെഡിസിൻസ് എൻസൈക്ലോപീഡിയ ഓഫ് പ്യൂർ മെറ്റീരിയ മെഡിക്കയിൽ പറയുന്നുണ്ട്. കിട്ടിയല്ലോ. അടുത്ത ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഹെറിംഗ് ഗൈഡിങ് സിംറ്റം ആണ്. ഹെറിംഗ് ഗൈഡിങ് സിംറ്റത്തിന് 10 വോളിയം ആണുള്ളത്. 410 മെഡിസിൻസ് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അടുത്ത ബുക്ക് കെൻസ് ലെക്ചേഴ്സ് ഓഫ് മെറ്റീരിയ മെഡിക്ക ആണ്. ഇത് ഭയങ്കര നല്ല ബുക്കാണ്. എസ്പെഷ്യലി നമുക്ക് പ്രാക്ടീസിന് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, ക്ലിനിക്കൽ പ്രാക്ടീസിന് നമ്മൾ മസ്റ്റായിട്ടും വായിച്ചിരിക്കേണ്ട 3 ബുക്കുകൾ എന്ന് പറഞ്ഞാൽ കെൻസ് ലെക്ചേഴ്സും നാഷും ഫാരിങ്ടണും ആണ്. ഇത് 3 എണ്ണം ഏകദേശം ഒക്കെ ഒന്ന് വായിക്കാൻ പറ്റിയാൽ നമുക്ക് ആ ഡ്രഗിനെ കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ കെൻസ് ലെക്ചേഴ്സിൽ പറയുന്ന അതിന് ഒരേ ഒരു വോളിയമേ ഉള്ളൂ നമുക്കറിയാം. അതിൽ മെഡിസിൻസിന്റെ എണ്ണം 205 ആണ്. 205 മരുന്നുകളെ കുറിച്ച് പറയുന്നുണ്ട്. അടുത്ത് ഞാൻ രണ്ടാമത് പറഞ്ഞ ഈ നാഷിന്റെ ലീഡേഴ്സ് ഓഫ് ഹോമിയോപ്പതിക് തെറാപ്യൂട്ടിക്സിൽ 229 മെഡിസിൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ നമ്മുടെ ബോറിക്കിൽ എത്ര മരുന്നുകളെ കുറിച്ച് പറയുന്നുണ്ട്? 728 മെഡിസിൻസ്, 728 മെഡിസിൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ബോറിക് ദ പോക്കറ്റ് മാനുവൽ ഓഫ് ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക. പിന്നെ ഹോമിയോപ്പതിക് ഡ്രഗ് പിക്ചേഴ്സ് ഉണ്ട്. ML ടൈലറിന്റെ ഡ്രഗ് പിക്ചേഴ്സ് 113 മെഡിസിൻസ് ആണ് അതിനകത്തുള്ളത്. ദെൻ മെറ്റീരിയ മെഡിക്ക പ്യൂറ, അതിൽ 673 മെഡിസിൻസ്. ക്രോണിക് ഡിസീസിൽ 47 മരുന്നുകളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ HC അല്ലാണ്ട് നമ്മുടെ 67 അല്ലയോ? ഏതാണ്? മെറ്റീരിയ മെഡിക്ക പ്യൂറ മെഡിസിൻ നമ്പർ 67 അല്ലയോ? 67, സോറി 67 ആണ് കേട്ടോ. 67 ചിലപ്പോ അതിന് 3 മെഡിസിൻസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് 673 എന്ന് പറഞ്ഞത്. സോറി, തെറ്റിപ്പോയി. 67 മെഡിസിൻസ് ആണ്. അപ്പോൾ 67 കറക്റ്റ് ആണ്. 3 മാഗ്നറ്റിക് റെമഡീസ് 3 എണ്ണം എടുത്ത് മാറ്റിയത് കൊണ്ട് മേ ബി 67 അല്ലെങ്കിൽ 3 കുറച്ചിട്ട് ഓപ്ഷനിൽ വന്നാൽ അതും കറക്റ്റ് ആണ്. പിന്നെ ക്രോണിക് ഡിസീസിൽ 47 മെഡിസിൻസ്, കീനോട്ടില് 188 മെഡിസിൻസ്. നല്ല തെളിയുണ്ട് കേട്ടാ. ആ വെള്ളേന്റെ മേലെ വെക്കല്ലേ, ഇത്തിരി വെള്ളത്തിൽ കഴുകി എന്താണ്? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മെഡിസിൻസിലോട്ട് പോവാം. സർസപാരില്ല. സർസപാരില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, മെയിൻ ആയിട്ടും കിഡ്നിയിലും സ്കിന്നിലും ആക്ഷൻ കിട്ടുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ്. സർസപാരിലിന്റെ കോമൺ നെയിം എന്ന് പറഞ്ഞാൽ വൈൽഡ് ലിക്വറൈസ് ആണ്. ഈ ലിക്വറൈസ് ഭയങ്കര ബ്യൂട്ടി പരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ, ആയുർവേദത്തിലൊക്കെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സ്കിന്നിന് ഭയങ്കര നറിഷ്മെന്റ് കൊടുക്കുന്ന സാധനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കിന്നിൽ നല്ല ആക്ഷൻ ഉണ്ട്. സർസപാരില്ല ലെറ്റർ എസ്സിലാണ് തുടങ്ങുന്നത്. അതിന്റെ ഫാമിലിയും എസ്സിൽ തന്നെയാണ് തുടങ്ങുന്നത്, സ്മൈലേസി. സർസപാരില്ല എങ്ങനെയുള്ള, അതായത് സൈക്കോട്ടിക് ആയിട്ടുള്ള ആൾക്കാരിൽ സ്റ്റോൺ ഫോർമേഷന് ഒക്കെ, ലിത്തിക് എന്ന് പറയും, സ്റ്റോൺ ഫോർമേഷൻ ഒക്കെ സാധ്യതയുള്ള ഡാർക്ക് ഹെയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ് സർസപാരില്ല. കുട്ടികളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു വയസ്സായവരെ പോലെയുള്ള സ്കിന്നായിരിക്കും. എസ്പെഷ്യലി ഇവർക്ക് വളരെ മെലിഞ്ഞിട്ട് സ്കിന്നൊക്കെ ചുക്കി ചുളുങ്ങി ഇങ്ങനെ ഫ്ലാബി ആയിട്ട് കിടക്കും ഫോൾഡുകളിലൊക്കെ. അപ്പോൾ ഇതിന് ബ്രാക്കറ്റിൽ 2 റെമഡി ഇതേപോലെ പറയുന്നുണ്ട്, ബെറേറ്റ കാർബും ഓപ്പിയവും. ഇനി ഇമാസിയേഷൻ സർസപാരില്ലയുടെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. നമുക്ക് ഇമാസിയേഷന്റെ കുറെ റെമഡീസ് അറിയാം, അതെല്ലാം ബ്രാക്കറ്റിലുണ്ട്. അബ്രോട്ടാനം, അയഡിൻ, നാട്രമൂർ ആൻഡ് സാനിക്കുല. ഇവിടെ സർസപാരില്ലന്റെ ഇമാസിയേഷൻ എന്ന് പറഞ്ഞാൽ സ്കിന്നൊക്കെ ഫോൾഡുകളിൽ ഇങ്ങനെ ഷ്രിവൽഡ് ആയിട്ട് കിടക്കും, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. എന്നാൽ സാനിക്കുല, നാട്രമൂർ, ലൈക്കോപോഡിയം, ഈ ലൈക്കോപോഡിയം ഇതിനകത്ത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടില്ല, പക്ഷെ ലൈക്കോപോഡിയത്തിന് ഇമാസിയേഷൻ ഉണ്ട്. ഈ 3 ഡ്രഗുകളുടെ ഇമാസിയേഷന്റെ പ്രത്യേകത, ഇമാസിയേഷൻ ഫ്രം എബവ് ഡൗൺവേർഡ് ആയിരിക്കും, മുകളിൽ നിന്ന് താഴേക്കായിരിക്കും ഇമാസിയേഷൻ വരിക. അബ്രോട്ടാനോ ആണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഫ്രം ബിലോ അപ്വേർഡ്. അതായത് അബ്രോട്ടാനത്തിന്റെ കാലായിരിക്കും ഏറ്റവും കൂടുതൽ മെലിഞ്ഞിരിക്കുന്നത് എന്ന് ഓർത്താൽ മതി. പിന്നെ അയഡിൻ ഇമാസിയേഷൻ എങ്ങനെയാ? അയഡിൻ അങ്ങനെ എബോ ഡൗൺവേർഡ് ബിലോ അപ്വേർഡ് ഒന്നുമില്ല, ജനറലി മൊത്തത്തിൽ ഇമാസിയേഷൻ ആണ്. എന്നാൽ എപ്പോഴും ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. നാട്രമൂറിന്റെ ഇമാസിയേഷൻ എങ്ങനെയാ? നാട്രമൂറിനാണെങ്കിൽ ഈറ്റ് ആൻഡ് ഇമാസിയേറ്റ് ഓൾ ദ ടൈം, കഴിച്ചുകൊണ്ടും ഇരിക്കും മെലിഞ്ഞുകൊണ്ടും ഇരിക്കും. എസ്പെഷ്യലി ഏത് പാർട്ടാണ് നാട്രമൂറിന് മെലിയുക? നെക്കിന്റെ റീജിയൻ ആയിരിക്കും.
ഇനി ഇതിലൊന്നും പറയാത്തൊരു ഡ്രഗും കൂടി ഞാൻ പറയാണ്, അർജന്റൻ നൈട്രിക്കം. അർജന്റൻ നൈട്രിക്കത്തിന് ഇമാസിയേഷൻ ഉണ്ട്. എസ്പെഷ്യലി കുട്ടികൾ നല്ല വയസ്സായ ആൾക്കാരെ പോലെ ഇരിക്കും. അത് മാത്രമല്ല, ശരിക്കും കുഞ്ഞിനെ കണ്ട ഒരു മമ്മിയെ പോലെ ഇരിക്കും. അത്രയും ചൂക്കി ചുളുങ്ങിയ ഒരു അവസ്ഥയായിരിക്കും അർജന്റൻ നൈട്രിക്കത്തിന്റെ കുട്ടിയാവുമ്പോൾ. കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി വരുന്നത് യൂറിനറി സിസ്റ്റം. യൂറിനറി സർസപ്പാരില്ല എന്നുള്ള ഡ്രഗ് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരേണ്ട സിംറ്റം അൺബെയറബിൾ പെയിൻ അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് യൂറിനേഷൻ. കീനോട്ടില് ബോൾഡിൽ കൊടുത്തിരിക്കുകയാണ് കൺക്ലൂഷൻ ഓഫ് യൂറിനേഷൻ. അത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ബ്രാക്കറ്റിലുള്ള റെമഡീസും MCQന് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അത് കാണാതെ പഠിച്ചിരിക്കുക. ബെർബറിസ്, എക്യുസിറ്റം, മെഡോറിനം ആൻഡ് തൂജ. ബെം ടി എന്നോ അല്ലെങ്കിൽ മെബ് ടി എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് ഉണ്ടാക്കിയിട്ട് അത് പഠിച്ചോളുക. മൂത്രം ഒഴിച്ച് തീരുന്ന ടൈമിലായിരിക്കും സർസപ്പാരിലേക്ക് സിവിയർ പെയിൻ ഉണ്ടാവുക കേട്ടോ. അത് മാത്രമല്ല, ആ ഒരു സമയത്ത് ബ്ലാഡറിന്റെ ഭാഗത്തും സർസപ്പാരിലേക്ക് ഭയങ്കര പെയിൻ പറയുന്നുണ്ട്. ബോറിക്കില് ടെനസ്മസ് ഓഫ് ബ്ലാഡറും കൂടെ കാണും. പിന്നീട് ലൈക്കോപോഡിയത്തിനും ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇതിനകത്ത് അടുത്ത സെന്റൻസ് പാസേജ് ഓഫ് ഗ്രേവൽ ഓർ സ്മോൾ കാൽക്കുലൈ, റീനൽ കോളിക്, സ്റ്റോൺ ഇൻ ബ്ലാഡർ, ബ്ലഡി യൂറിൻ ആണ്. അതായത് സ്റ്റോൺ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഇതേ സിംറ്റം ഇതേപോലെ തന്നെ ആർക്കും ഉണ്ട്. ലൈക്കോപോഡിയത്തിലും സ്റ്റോൺ പറയുന്നുണ്ട്. പക്ഷെ ലൈക്കോപോഡിയം ആണെങ്കിൽ റെഡ് സാൻഡ് വിത്ത് ക്ലിയർ യൂറിൻ ആയിരിക്കും. യൂറിൻ നല്ല ക്ലിയർ ആയിരിക്കും. അതിനകത്ത് ചുമന്ന മണൽത്തരി പോലെ ആയിരിക്കും കാണാം. പക്ഷെ സർസപ്പാരില്ല ആണെങ്കിൽ വൈറ്റ് സാൻഡ് ആണ്. പക്ഷെ ഒരു പുക പോലെയുള്ള സ്ലൈമി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫ്ലേക്കി ആയിട്ടുള്ള യൂറിൻ ആയിരിക്കും പോവുക. പിന്നെ പെയിൻ ആണ് സർസപ്പാരില്ലയുടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ടത്. പെയിൻ അറ്റ് ദ കൺക്ലൂഷൻ വിത്ത് ബ്ലാഡറിലെ ടെനസ്മസ്. ഇത്രയും പെയിൻ ശരിക്കും യൂറിനറി കേസസിൽ കാണിക്കുന്ന മറ്റൊരു റെമഡി പൾസാറ്റിലയാണ്. പക്ഷെ പൾസാറ്റിലയുടെ കേസസിൽ പ്രോസ്റ്റേറ്റിന്റെ എൻലാർജ്മെന്റും കൂടെ അസോസിയേറ്റ് ചെയ്ത് വരും. എങ്കിലേ നമ്മൾ പൾസാറ്റില ചിന്തിക്കത്തുള്ളൂ. അല്ല, ഇത്രയും സിവിയർ പെയിൻ ആണ് പറയുന്നതെങ്കിൽ സർസപ്പാരില്ല തന്നെയാണ് ഫസ്റ്റ് മെഡിസിൻ ആയിട്ട് വരുന്നത് കേട്ടോ. നാട്രിമോറിന് എങ്ങനെയാ പെയിൻ വരിക? ആഫ്റ്റർ യൂറിനേഷൻ ആണ് പെയിൻ. ഓക്കെ, ഇനി യൂറിൻ നേരത്തെ പറഞ്ഞു ബ്രൈറ്റ് ആൻഡ് ക്ലിയർ ബട്ട് ഇറിറ്റേറ്റിംഗ് ആണ്. അതുപോലെ സ്കാൻഡി, സ്ലൈമി, ഫ്ലേക്കി, സാൻഡി, കോപ്പിയസ്, പാസ്റ്റ് വിത്തൗട്ട് സെൻസേഷൻ. അതാണ് യൂറിനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതായത് അറിയാണ്ട് യൂറിൻ പോവുക, ലൈക്ക് കോസ്റ്റിക്കം, ഇൻകോണ്ടിനൻസ് ഓഫ് ബ്ലാഡർ, അതുപോലെ അറിയാണ്ട് പോവുക. എന്നാൽ ആ യൂറിൻ എന്തുണ്ടാവും? വൈറ്റ് സാൻഡിന്റെ ഡിപ്പോസിറ്റ് അതിൽ കാണുകയും ചെയ്യും. പെയിൻഫുൾ ഡിസ്റ്റൻഷൻ ആൻഡ് ടെൻഡർനെസ് ഇൻ ബ്ലാഡർ, യൂറിൻ ഡ്രിബിൾസ് വൈൽ സിറ്റിംഗ്. അതായത് പേഷ്യന്റ് ഇരിക്കുന്ന സമയത്ത് മൂത്രം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് പൊക്കോണ്ടിരിക്കും. പക്ഷെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല ഫ്രീ ആയിട്ട് യൂറിൻ പോകും. എയർ പാസസ് ഫ്രം യൂറീത്ര. ഇനി കുട്ടീന്റെ ഡയപ്പറിൽ ലൈക്ക് ബൊറാക്സ് ആൻഡ് ലൈക്കോപോഡിയത്തിനെ പോലെ സാൻഡ് ഉണ്ടാവും. ബ്രാക്കറ്റിലുള്ള എല്ലാ റെമഡീസും ഉറപ്പായിട്ടും പഠിക്കുക. ന്യൂറാൾജിയ ഓഫ് റീനൽ കോണിക്, എക്സ്ക്രൂസിയേറ്റിംഗ് പെയിൻ ഫ്രം റൈറ്റ് കിഡ്നി ഡൗൺവേർഡ്. മെയിൻ ആയിട്ടും സൈഡ് അഫിനിറ്റി പറയുന്നത് റൈറ്റ് കിഡ്നി ആണ്. റൈറ്റ് കിഡ്നിന്ന് ഡൗൺവേർഡിലേക്കാണ് പെയിൻ വരിക, ലൈക്ക് ലൈക്കോപോഡിയം. ഇനി നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കുമ്പോൾ ഇതിനകത്ത് ബ്ലഡി സെമിനൽ എമിഷൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഗൊണോറിയ ഒക്കെ വന്നതിന് ശേഷം അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതും പിന്നെ ഈ സർസപ്പാരിലേക്ക് ഏകദേശം എല്ലാ കംപ്ലൈന്റിന്റെയും കൂടെ റുമാറ്റിസം അസോസിയേറ്റ് ചെയ്ത് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇവിടെയും റുമാറ്റിസം പറയുന്നുണ്ട് വിത്ത് ബ്ലഡി സെമിനൽ എമിഷൻ. സെമിനോടൊപ്പം ബ്ലഡും കാണും. അതിനകത്ത് വേറെ റെമഡീസ് ഏതൊക്കെയാ? ലെഡം ആൻഡ് മെർക്യൂറിയസ് ആണ് വരുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ റിട്രാക്റ്റഡ് നിപ്പിൾ ആണ് പറയുന്നത്. വളരെ സ്മോൾ ആയിട്ടുള്ള എക്സൈറ്റബിലിറ്റി ഇല്ലാത്ത റിട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്ന നിപ്പിൾ. ഇത് സെയിം സിംറ്റം കാണുന്നത് സൈലീഷ്യയിലാണ്. ഇനി എക്സ്ട്രിമിറ്റീസിൽ പറഞ്ഞല്ലോ റുമാറ്റിസം ഉണ്ട്. മെയിൻലി അഗ്രവേഷൻ നൈറ്റ് ടൈം ആയിരിക്കും പെയിനിന്റെ. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ സ്കിൻ ആണ്. സ്കിൻ എന്ന് പറഞ്ഞാൽ മെർക്കുറിയുടെയോ അല്ലെങ്കിൽ സിഫിലിസിന്റെയോ ഒക്കെ
അബ്യൂസ് കാരണം ഉണ്ടാകുന്ന ഹെർപ്പറ്റിക് ഇറപ്ഷൻസ്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അൾസേഴ്സ്, അല്ലെങ്കിൽ ഓപ്പൺ എയറിലേക്ക് പോകുമ്പോൾ ശരീരത്തിൽ ഉണ്ടാവുന്ന റാഷസ്, നല്ല ഇച്ചിങ് ഉണ്ടാവും, അതേപോലെ ക്രസ്റ്റ് ഫോർമേഷനും ഉണ്ടാവും. ക്ലിനിക്കിൽ ഇതേമാതിരിയുള്ള കേസ് വരുമ്പോൾ നിങ്ങൾ നമ്മുടെ ബട്ടർ ഉണ്ടല്ലോ, വെണ്ണ, നല്ല വെണ്ണയ്ക്കകത്ത് സർസപ്പാരില്ല ടിഞ്ചർ മിക്സ് ചെയ്തിട്ട് എക്സ്റ്റേണലി അപ്ലൈ ചെയ്താൽ നമുക്ക് നല്ല ഇച്ചിങ്ങിനൊക്കെ നല്ല ആശ്വാസമായിട്ട് സ്കിന്ന് നന്നായിട്ട്, അതായത് ആ ക്രസ്റ്റ് ഒക്കെ ഒന്ന് മാറി നല്ല സ്കിന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. പിന്നീട് റാഷ് ഫ്രം എക്സ്പോഷർ, ഓപ്പൺ എയർ, ഡ്രൈ ഇഷ് ലൈക്ക് ഇറപ്ഷൻസ് പ്രോൺ ടു അപ്പിയർ ഇൻ സ്പ്രിംഗ്, ബിക്കം ക്രിസ്റ്റി. എല്ലാ സ്പ്രിംഗ് സീസണിലും റെക്കർ ചെയ്യാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഇനി അടുത്ത സ്കിന്നിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന സിംറ്റം ആണ് ഇച്ചിങ് ഇറപ്ഷൻ ഓഫ് ഫോർഹെഡ് ഡ്യൂറിങ് മെൻസസ്. മെൻസസിന്റെ സമയത്ത് നെറ്റിയിൽ വരുന്ന ഇച്ചിങ് ഇറപ്ഷൻസ്. ആ നമുക്ക് ക്ലിനിക്കിൽ അങ്ങനെയുള്ള കേസുകളൊക്കെ കിട്ടും. അപ്പോൾ ഇത് മാത്രമല്ല റെമഡി വരുന്നത്, ഇത് ഒരു എനിക്ക് റയർ റെമഡിയാണ്, എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല. പിന്നെ സാൻഗ്യുനറിയും സോറിനോ ആണ് പറയുന്നത്. പിന്നെ റാഗേഡ്സ്, അതായത് നമ്മൾ വെടിച്ച് കീറുക എന്നൊക്കെ പറയില്ലേ, സ്കിൻ ക്രാക്ഡ് ഓൺ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, പെയിൻ ആൻഡ് ബേണിംഗ് particularly on sides of fingers and toes, skin hard and indurated. ഇവിടെയും ഈ റാഗേഴ്സിന്റെ കേസിലും നേരത്തെ പറഞ്ഞ പോലെ ബട്ടറിൽ സർസപ്പാരിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും. ഇനി ഇതിന്റെ റിലേഷൻഷിപ്പ് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നത് മക്സോളും സെപ്പയും ആണ്. എയ്തർ ഓർ വിച്ച് ഫോളോസ് വെൽ. നമ്മൾ നേരത്തെ ഓൾമോസ്റ്റ് ഈ കമ്പയർ ചെയ്യാൻ പറഞ്ഞെല്ലാം നമ്മൾ കമ്പയർ ചെയ്തു. ബെർബെറിസ്, ലൈക്കോപോഡിയം, നാട്രിമൂർ ആൻഡ് ഫോസ്ഫറസും ആയിട്ട് കമ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. ഫ്രീക്വന്റ്ലി കോൾഡ് ഫോർ ആഫ്റ്റർ അബ്യൂസ് ഓഫ് മെർക്കുറി. മെർക്കുറി അബ്യൂസിന് ശേഷം കൊടുക്കാൻ പറ്റുന്ന നല്ല റെമഡിയാണ് സർസപ്പാരില്ല എന്ന് പറയുന്നത്. സർസപ്പാരില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഫസ്റ്റ് ഓടി വരേണ്ടത് പെയിൻ, അൺബെയറബിൾ പെയിൻ അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് യൂറിനേഷൻ എന്നുള്ളതും, അതേപോലെ അതിന്റെ ബ്രാക്കറ്റിലെ റെമഡീസ് ആയിട്ടുള്ള ബെർബെറിസ്, ഇക്വിസിറ്റം, മെഡോറിനം ആൻഡ് ടൂജ എന്നുള്ളതുമാണ് കേട്ടോ. പിന്നെ മെൻസസിന്റെ സമയത്ത് ഇച്ചിങ്, സ്കാബി ഇറപ്ഷൻസ് ഇൻ ഫോർഹെഡ്, അതും മറന്നു പോകരുത്. അങ്ങനെ മെയിൻ ആയിട്ടും ഇതിന്റെ ഇമാസിയേഷന്റെ പ്രത്യേകതകൾ മറന്നു പോകാതിരിക്കുക. ഇതെല്ലാമാണ് സർസപ്പാരില്ലയിൽ പറയുന്നത്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഡ്രഗിലേക്ക് പോകണം. സിഫിലിനം. സിഫിലിനം നമുക്കറിയാം നോസോഡ് ആണ് സംഭവം. ഏകദേശം നമ്മുടെ സിഫിലിറ്റിക് മയാസത്തിന്റെ എല്ലാ സിംറ്റംസും കടന്നു വരുന്ന ഒരു റെമഡിയാണ് സിഫിലിനം എന്ന് പറയുന്നത്. എന്നാലും സിഫിലിനത്തിന് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന സിംറ്റം എന്ന് പറഞ്ഞാൽ ക്ഷീണമാണ്. ഭയങ്കര പ്രോസ്ട്രേഷൻ. ബോഡിക്ക് തുടങ്ങുന്നത് എങ്ങനെയാണ്? അട്ടർ പ്രോസ്ട്രേഷൻ ആൻഡ് ഡെബിലിറ്റി ഇൻ ദ മോർണിംഗ്. ഇവർക്ക് ക്ഷീണം വന്ന കാരണം എന്ന് വെച്ചാൽ, ക്ഷീണം എന്ന് വെച്ചാല് ഈ ക്ഷീണം സഹിക്കുന്നതിലും അവർക്കൊന്ന് മരിച്ചാൽ മതി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, അത് എത്രമാത്രം ഡെബിലിറ്റേറ്റിംഗ് ആയിട്ടാണ് അവർക്ക് ആ ക്ഷീണം ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്. ആ ക്ഷീണം ഉണ്ടാവാൻ ഒരു കാരണം കൂടിയുണ്ട്. ഇവർക്ക് വേദനകളൊക്കെ വരുന്നത് രാത്രിയാണ്. ഒന്ന് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ ഉദിക്കുന്നത് വരെ പെയിനോട് പെയിനാണ്, സഹിക്കാൻ പറ്റില്ല അങ്ങനെ. അപ്പം അതുപോലെ റുമാറ്റിസവും വരുന്നുണ്ട് കൂടെ. ഷിഫ്റ്റിംഗ് റുമാറ്റിക് പെയിൻസ് ആണ് ഉണ്ടാവുന്നത്. ക്രോണിക് ഇറപ്ഷൻസ് ആൻഡ് റുമാറ്റിസം. സ്കിന്നിൽ ഇക്തിയോസിസ് വരുന്നുണ്ട്. അവിടെയും പെയിൻ വരുന്നത് ഡാർക്ക്നെസ് ടു ഡേ ലൈറ്റ് ആണ്. പിന്നെ പെയിന്റെ പ്രത്യേകത എങ്ങനെയാ? വളരെ പതുക്കെ ആയിരിക്കും പെയിൻ തുടങ്ങി അതിന്റെ ഒരു ഹൈ സ്റ്റേജിൽ എത്തിയിട്ട് ഇത് പെട്ടെന്ന് കുറയോ? അതുമില്ല, കുറയുന്നതും വളരെ പതുക്കെ ആയിരിക്കും. പിന്നെ ആൽക്കഹോളിനോട് ഭയങ്കര ക്രേവിംഗ് ആണ് ഇവർക്ക്. അത് ഏത് രൂപത്തിൽ തന്നു കഴിഞ്ഞാലും ആൽക്കഹോളിനോട് ഭയങ്കര ക്രേവിംഗ് ആണ്. അതുപോലെ നമ്മൾ പറഞ്ഞു സിഫിലിസിന്റെ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ട് അൾസറേഷൻ ആൻഡ് ക്യാരീസ്. മൊത്തത്തിൽ ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അൾസറേഷൻ ഓഫ് മൗത്ത്, നോസ്, ജെനൈറ്റൽ, സ്കിൻ, ഇവിടെയൊക്കെ അൾസറേഷൻ ഉള്ള സാധ്യതയുണ്ട്. അതുപോലെ ആബ്സസിന്റെ സക്കഷൻ, അതായത് ഒന്നിന് പുറകെ ഒന്നായിട്ട് ആബ്സസ് വന്നുകൊണ്ടേയിരിക്കുക. ക്ലിനിക്കലി അത് ഏതാണ് കണ്ടീഷൻ അറിയാമോ? ആക്സിലയില്, ഗ്രോയിൻ റീജിയനിലൊക്കെ ഇങ്ങനെ ആബ്സസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടേയിരിക്കും. അത് ഒരു കോമൺ ആണ്. ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ വന്നത് വലിയ പ്രശ്നം വരില്ല. പക്ഷെ ചില ആൾക്കാർക്കുണ്ട്, അതായത് കണ്ടിന്യൂസ്ലി
പസ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ അതിൽ നിന്ന്. ഹൈഡ്ര അഡിനൈറ്റിസ് സപ്പറേറ്റീവ എന്ന് പറയും. സിഫിലിനം വണ്ടർഫുള്ളി ക്യൂർ ചെയ്യുന്ന ഒരു റെമഡിയാണ്. അതായത് പസ്സിനി അലോപ്പതി ഇതിന് സർജറിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ഇത് റെക്കർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ സിഫിലിനം ഹൈ പൊട്ടൻസിയിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ റെക്കറൻസ് പ്രിവെന്റ് ഇനി അതൊട്ട് വരത്തുമില്ല. അത്രയും സൂപ്പർ ആയിട്ടുള്ള റെമഡിയാണ്. പിന്നീട് മൈൻഡിലേക്ക് വരാം. മൈൻഡിലേക്ക് വന്നാൽ ഇവർക്ക് മൊത്തത്തിൽ മറവിയാണ്. മറവി എന്ന് പറഞ്ഞാല് ഫുൾ ഒന്നും, ഈവൻ ഒരു ബുക്കിന്റെ പേര് അല്ലെങ്കിൽ ഒരു ആളിന്റെ പേര്, ഒരു സ്ഥലത്തിന്റെ പേര് ഒന്നും ഓർക്കാനുള്ള ഒരു എബിലിറ്റി അവർക്കില്ല. കണക്ക് കൂട്ടാനും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പൊ ഈ സിംറ്റം ഇതേപോലെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ലോസ് ഓഫ് മെമ്മറി, കനോട്ട് റിമെമ്പർ നെയിംസ് ഓഫ് ബുക്ക്, പേഴ്സൺസ് ഓർ പ്ലേസസ്, അരിത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ അത്രയും ഡിഫിക്കൽട്ടാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻസേഷൻ എന്താണെന്നറിയാമോ? ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും. as if about to be paralyzed, അതായത് തളർന്നു പോകുന്ന പോലെ പോവുക. അത് എന്തുകൊണ്ട് ആ തളർച്ച എന്തുകൊണ്ടാണ് അടുത്ത സെന്റൻസിൽ പറയുന്നുണ്ട്. ടെറബിൾ ഡ്രെഡ് ഓഫ് നൈറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് മെന്റൽ ആൻഡ് ഫിസിക്കൽ എക്സോഷൻ ഓൺ അവേക്കണിങ്. ഇറ്റ് ഈസ് ഇൻടോളറബിൾ. അതായത് രാവിലെ എഴുന്നേക്കാൻ വയ്യ. അത് എഴുന്നേക്കാന്നുള്ളതിലും ഭേദം ഒന്ന് മരിച്ചാൽ മതി. അതാണ് അവരുടെ ഒരു അവസ്ഥ. അത്രയ്ക്കും എഴുന്നേക്കുന്നത് ക്ഷീണത്തിലേക്കാണ് അവർ എഴുന്നേക്കുന്നത്. ഫിയേഴ്സ് ഓഫ് ടെറിഫിക് സഫറിംഗ് ഫ്രം എക്സ്പോഷർ ഓൺ അവേക്കണിങ്. ഇത് പറയുന്ന മറ്റൊരു മെഡിസിൻ ലാക്സിസ് ആണ്. നമ്മൾ ലാക്സിസിൽ എങ്ങനെയാ സിംറ്റം എഴുതി വെച്ചിരിക്കുന്നത്? വേഴ്സ് ആഫ്റ്റർ സ്ലീപ്പ് ഓർ അഗ്രവേഷൻ, വേക്സ് ഹിം ഫ്രം സ്ലീപ്പ്, സ്ലീപ്പ് ഇൻ ടു ദ അഗ്രവേഷൻ. അതായത് ഉറക്കത്തിൽ നിന്ന് ബുദ്ധിമുട്ട് കാരണം എഴുന്നേക്കുക, അല്ലെങ്കിൽ ഈ ഒരു അഗ്രവേഷൻ സ്ലീപ്പ് എന്തിലേക്ക് നയിക്കുന്നു? ആ ഡിസീസിന്റെ അഗ്രവേഷനിലേക്ക് നയിക്കുന്നതാണ് ലാക്സിസ്. ലാക്സിസും സിഫിലിനും അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര കമ്പനി ആയിട്ടുള്ള റെമഡീസ് ആണ്. ഇനി ഞാനൊരു കേസ് പറയാം. ഈ കേസ് പറയുന്നത് എന്താ വെച്ചാൽ ഏകദേശം സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് അത് ഓർക്കാൻ പറ്റും. മെറ്റീരിയ മെഡിക്ക ഓർത്തെടുക്കുക എന്നുള്ളതാണ് ഒരു പണി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 32 years ഉള്ള ഒരു ടീച്ചറാണ്. പുള്ളിക്കാരിക്ക് എൻഡോമെട്രിയോസിസ് ആയിരുന്നു കണ്ടീഷൻ. സിവിയർ പെയിൻ ആണ്. വയറുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ ആ പുള്ളിക്കാരി ഫെയിന്റ് ചെയ്ത് വീണു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥ. ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. പോയാലും കുറച്ചു നേരം കഴിയുമ്പോൾ പെയിൻ ആണ്. പക്ഷെ പെയിൻ ഏറ്റവും കൂടുതലാവുന്നത് നൈറ്റ് ടൈം ആണ്. രാത്രിയൊക്കെ ഇങ്ങനെ കട്ടിലിൽ കിടന്ന് അങ്ങനെ പൊളയാണ് ആളെന്നാണ് പറഞ്ഞത്. അപ്പം നോർമലി നമ്മൾ എന്തൊക്കെ കൊടുക്കും? ചമോമില്ല കൊടുത്തു നോക്കി, മാക്ഫോസ് കൊടുത്തു നോക്കി, ബെല്ല് കൊടുത്തു നോക്കി, അങ്ങനെ അറിയാവുന്ന വൈബർണം കൊടുത്തു നോക്കി, ഒക്കെ കൊടുത്തു നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. അപ്പൊ പേഷ്യന്റ് കൈവിട്ട് പോകുന്നുള്ള ഒരു അവസ്ഥയായി. അപ്പൊ പേഷ്യന്റ് അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അവസാനത്തെ അമ്പെടുക്കും. എന്താ? കേസ് ഒന്ന് സമാധാനത്തിൽ റീടേക്ക് ചെയ്യാം. അങ്ങനെ പേഷ്യന്റിനെ വീണ്ടും വിളിച്ചു വരുത്തി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് കേസ് എടുത്ത് വന്നപ്പോഴാണ് പേഷ്യന്റ് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സിംറ്റം പറയുന്നത്. സിംറ്റം ഇങ്ങനെയാണ്. ടീച്ചറാണ്, ലേഡിയാണ്. അപ്പം എൻ്റെ അടുത്ത് ഭയങ്കര നമ്മൾ ഈ ഡിസയേഴ്സ് ആൻഡ് അവേർഷൻ ഒക്കെ ഇങ്ങനെ ചെകഞ്ഞ് ചോദിക്കുമല്ലോ. കാരണം എന്തെങ്കിലും ഒന്ന് കിട്ടണം, എങ്ങനെയും കുറയണ്ടേ. അങ്ങനെ ചോദിച്ചപ്പോ പുള്ളിക്കാരി പറഞ്ഞതാണ്, ഡോക്ടറെ എനിക്ക് ബിയർ ഭയങ്കര ഇഷ്ടമാണ്. ഡോക്ടർ ആരോട് ഷെയർ ചെയ്യരുത്. ബിയർ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ കള്ളും കുടിച്ചിട്ടുണ്ട്. കള്ളെന്ന് പറഞ്ഞാൽ ബക്കാഡി ലെമൺ ഫ്ലേവർ, അങ്ങനത്തെ ഒരു ബ്രാൻഡ് ഉണ്ട്. അതാണ് പുള്ളിക്കാരിയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഇത്. പക്ഷെ ഒരു ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലി ആണെങ്കിലും അച്ഛൻ അത്യാവശ്യം മദ്യപിക്കും. പക്ഷെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അപ്പോ ഇത് നമ്മൾ എന്തോ ഒരു പെൺകുട്ടികൾ മദ്യപിക്കുന്ന ഒരു തെറ്റാണെന്ന് കരുതുന്ന സമൂഹം ആയതുകൊണ്ട് ഭയങ്കര പേടിയാണ് പുറത്ത് പറയാൻ. പക്ഷെ അതിന്റെ കൂടെ ഉള്ള ഒരു സിംറ്റം എന്ന് വെച്ചാൽ ഈ ആൽക്കഹോൾ ചേരുന്ന എന്തും പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഈവൻ വൈൻ ആണെങ്കിൽ പോലും, ക്രിസ്മസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് വൈൻ കുടിക്കാൻ വേണ്ടിയിട്ട്. വൈൻ ആണെങ്കിൽ പോലും, അഥവാ കള്ളപ്പം ഉണ്ടല്ലോ, നമ്മള് യഥാർത്ഥ കള്ള് ചേർത്തുണ്ടാക്കുന്ന കള്ളപ്പം, അതൊരു ഫ്രണ്ടിനോട് പറഞ്ഞ് ചെയ്യിപ്പിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു സാധനം കിട്ടിയപ്പം ഇതിനകത്ത് കാണുന്നുണ്ട് ക്രേവിങ് ആൽക്കഹോൾ ഇൻ എനി ഫോം, ഹെറിഡിറ്ററി ടെൻഡൻസി ടു ആൽക്കഹോളിസം. ഏത് ഫോമിലാണെങ്കിലും ആൽക്കഹോൾ അതൊരു ഇഷ്ടമാണ്. നോർമലി നമ്മൾ അങ്ങനെ ഇത്രയും ഒരു ലേഡി പറഞ്ഞ അങ്ങനെ കേൾക്കില്ലല്ലോ. പിന്നെ അതിന്റെ കൂടെ ടീച്ചർ പറഞ്ഞൊരു സിംറ്റം ആണ് ലൂക്കോറിയ ഉണ്ട്. ലൂക്കോറിയ എന്ന് പറഞ്ഞാല് ഈവൻ സ്കൂളിൽ പോകുമ്പോൾ പോലും ഒരു 2-3 പാൻറ്റീസ് എക്സ്ട്രാ കൊണ്ടുപോകേണ്ട അവസ്ഥ. അത്രയും പ്രൊഫ്യൂസ് ആയിട്ട് വരുന്ന ലൂക്കോറിയ. അപ്പൊ അലൂമിനെ നമ്മൾ ചിന്തിക്കും, പക്ഷെ അതുപോലെ തന്നെ വരുന്ന റെമഡിയാണ് എന്ത്? സിഫിലിനം എന്ന് പറയുന്നത്. അപ്പൊ സിഫിലിനം ഒരു ഡോസ് കൊടുത്തു. ഹൈപ്പോട്ടൻസി ആണ് കൊടുത്തു. പുള്ളിക്കാരിയുടെ പെയിൻ എവിടെ പോയി എന്നറിയില്ല. അത്രയും നന്നായിട്ട് പെയിൻ കൺട്രോൾ ആവാൻ പറ്റി. കേസ് നന്നായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ സിഫിലിനത്തിന്റെ ഈ സ്പെഷ്യൽ ക്രേവിങ് ആരും മറക്കാതെ ഇരിക്കുക.
ഫിസിക്കൽ ജനറൽസ് നോക്കുമ്പോൾ പെയിൻസ് ഫ്രം ഡാർക്ക്നെസ് ടു ഡേ ലൈറ്റ്, ബിഗിൻ വിത്ത് ട്വിലൈറ്റ് ആൻഡ് എൻഡ് വിത്ത് ഡേ ലൈറ്റ്. മെർക്യൂറിയസും ഫൈറ്റോലോക്കിയുമാണ് ഇതേപോലെ പെയിൻ പ്രസന്റ് ചെയ്യുന്ന, രാത്രി മുതൽ രാവിലെ വരെ പെയിൻ പ്രസന്റ് ചെയ്യുന്ന മറ്റ് രണ്ട് റെമഡി എന്ന് പറയുന്നത്. പെയിൻ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഗ്രാജുവലി, പെയിൻ കൂടുന്നതും കുറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ പറയുന്ന ഇപ്പം ഓപ്ഷനിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മുടെ സിഫിലിന് ഇല്ലെങ്കിൽ അടുത്ത സ്റ്റാനം മെറ്റിനെ പിടിച്ചോണം. ബ്രാക്കറ്റിൽ പറയുന്നത് സ്റ്റാനം മെറ്റ് ആണ്. ഷിഫ്റ്റിംഗ് ആൻഡ് റിക്വയർ ഫ്രീക്വന്റ് ചേഞ്ച് ഓഫ് പൊസിഷൻ, എപ്പോഴും ഇങ്ങനെ പൊസിഷൻ മാറിക്കൊണ്ടേയിരിക്കും. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾ സിംറ്റംസ് ആർ വേഴ്സ് അറ്റ് നൈറ്റ്, സെയിം as മക്സോൾ, ഫ്രം സൺ ഡൗൺ ടു സൺറൈസ്. എക്സ്ട്രീം ഇമാസിയേഷൻ ഓഫ് എൻറ്റയർ ബോഡി, നമ്മൾ നേരത്തെ സർസപാരില്ലയിൽ അത് വിശദമായിട്ട് പറഞ്ഞു അല്ലെ. സിഫിലിനത്തിനും ഉണ്ട്, അത് എങ്ങനെയാ ഹോൾ ബോഡിയാണ് എമാസിയേഷൻ വരുന്നത്, ലൈക്ക് അബ്രോട്ടാനം ആൻഡ് അയോഡിൻ. ക്രേവിംഗ് ആൽക്കഹോൾ ഇൻ എനി ഫോം, ഹെറിഡിറ്ററി ടെൻഡൻസി ടു ആൽക്കഹോളിസം. ആൽക്കഹോൾ ഇഷ്ടപ്പെടുന്ന ഏകദേശ റെമഡീസ് എല്ലാം തന്നെ അതിന്റെ ബ്രാക്കറ്റിലുണ്ട്. അസാരം, സോറിനം, ട്യൂബർകുലിനം, സൾഫർ ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. പിന്നീട് ഹെഡിലാണ്, ഹെഡില് ഹെഡേക്ക്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ, ഇത്ര ഒരു ബേസിക് നോളജ് കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഹെഡേക്കിന്റെ പെയിൻ എങ്ങനെയായിരിക്കും. ഒരു വൈകുന്നേരം തുടങ്ങി രാത്രി കൂടി രാവിലെ ആവുമ്പോൾ നിൽക്കുന്ന പെയിൻ ആയിരിക്കും അല്ലെ. അപ്പൊ ഇതിനകത്ത് ടിപ്പിക്കലി ടൈം പറയുന്നുണ്ട്. കമൻസിങ് അറ്റ് 4 PM, വേഴ്സ് ഫ്രം 10 to 11 ആൻഡ് സീസിങ് അറ്റ് ഡേ ലൈറ്റ്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ 4 PM എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ലൈക്കോപോഡിയ അല്ലെ. പക്ഷെ ലൈക്കോപോഡിയത്തിന്റെ ഹെഡേക്ക് ആണെങ്കിൽ ഒരു 10 to 11 PM ആണെങ്കിൽ സ്റ്റോപ്പ് ആവും കേട്ടോ. പിന്നെ മുടി കൊഴിച്ചില്, ഫോളിങ് ഓഫ് ഹെയർ. ഈ സിഫിലിനം ക്ലിനിക്കലി പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ അലോപേഷ്യ എന്ന് പറയുന്ന കണ്ടീഷൻ, മുടിയൊക്കെ തീരെ കൊഴിഞ്ഞു പോകുന്ന കേസിൽ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ കൊടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് സിഫിലിനാണ് അല്ലെ. ഫോളിങ് ഓഫ് ഹെയറിൽ നല്ല ആക്ഷൻ ഉള്ള, ഈവൻ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ പോലും ആക്ഷനുള്ള റെമഡിയാണ് സിഫിലിനം എന്ന് പറയുന്നത്. ഇനി ഐസ് നോക്കുമ്പോൾ അക്യൂട്ട് ഒഫ്താൽമിയ, നിയോനെറ്റോറോ ആണ് മെയിൻ ആയിട്ട്. നിങ്ങൾ അതിലെ ടൈം നോട്ട് ചെയ്യുക കേട്ടോ. ായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ തണുത്ത വെള്ളത്തിൽ കുടിച്ചാൽ ഒരു സമാധാനമാണ്. പിന്നെ ടോസിന്റെ റെമഡിയാണ്. എന്തുകൊണ്ടാണ് ടോസിസ് ഉണ്ടാവുന്നത്? സുപ്പീരിയർ ഒബ്ലിക് മസിൽസിന്റെ പാരാലിസിസ് കൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഉറങ്ങിയിരിക്കുന്ന പോലെ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ട്രയോ ഓഫ് ടോസിസിൽ വരുന്ന റെമഡിയാണ്. ബാക്കി രണ്ട് റെമഡി ഏതൊക്കെയാണ്? കോസ്റ്റിക്കം ആൻഡ് ഗ്രഫൈറ്റിസ്. ഡിപ്ലോപ്പിയ ഉണ്ട്. ഡിപ്ലോപ്പിയയിലെ പ്രത്യേകത ഒരു ഇമേജ് അടുത്തതിന്റെ താഴെയായിട്ടായിരിക്കും കാണുക. 1 image seen below the other. പിന്നെ കോർണിയയില് ഫ്ലൈസെന്റുലാർ ഇൻഫ്ലമേഷൻ പറയുന്നുണ്ട്. അപ്പൊ ഇൻഫ്ലമേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ലൈറ്റ് നോക്കാൻ പറ്റില്ല. ഫോട്ടോഫോബിയ ഉണ്ട്. നന്നായിട്ട് കണ്ണിക്കൂടി വെള്ളം വരികയും ചെയ്യും. പ്രൊഫ്യൂസ് ലാക്രിമേഷനും ഉണ്ട്. ദെൻ ഇയർ നോക്കുക. ഇയറിൽ നോക്കുമ്പോൾ എന്താ സിഫിലിനമാണ്. അതുകൊണ്ട് തന്നെ ക്യാരീസ് ആണ് ഉണ്ടാവുക. ഓസിക്കിൾസിന്റെ ക്യാരീസ് ഉണ്ട്. ഇയർ ഓഫ് സിഫിലിറ്റിക് ഒറിജിൻ. നോസിൽ നോക്കിയാലും നെയ്സൽ ബോണിന്റെ ക്യാരീസ് ഉണ്ട്. ഹാർഡ് പലേറ്റ് ആൻഡ് സെപ്റ്റം വിത്ത് പെർഫറേഷൻ ആൻഡ് ഒസീന. ദെൻ മൗത്തിൽ നോക്കുമ്പോൾ സിഫിലിനത്തിന്റെ പല്ല് അല്ലെങ്കിൽ പല്ല് വേദന എന്ന് പറഞ്ഞാല് നമ്മള് സ്റ്റഫീനെ ആലോചിച്ചോണം. അതായത് ടീത്ത് ഡീകേ അറ്റ് എഡ്ജ് ഓഫ് ദ ഗം ആൻഡ് ബ്രേക്ക് ഓഫ്. എഡ്ജ് ഓഫ് ദ ഗം ആണ് ഡീകേ ആവുന്നത്. ആർ കപ്ഡ്, എഡ്ജസ് സെറേറ്റഡ്, ഡാഫ്ഡ് ഇൻ. ഞാൻ വായിന്ന് എപ്പോഴും സലൈവ വന്നുകൊണ്ടേയിരിക്കും. ഈവൻ ഉറങ്ങിയാൽ പോലും സലൈവ വന്നുകൊണ്ടിരിക്കും. മക്സോളിനും അങ്ങനെ തന്നെയാണ് അല്ലെ. സിഫിലിസും മക്സോളും ഏകദേശം ഒരേ ഗ്രൂപ്പിൽപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ മക്സോൾ എന്ന് പറഞ്ഞാലും സലൈവേഷൻ ഉണ്ട്. മെയിൻലി എപ്പോഴാണെന്ന് അറിയാമോ? മൗത്ത് അൾസേഴ്സ് ഒക്കെ വരുമ്പോഴാണ് നല്ല പ്രൊഫ്യൂസ് ആയിട്ട് മക്സോളിന് സലൈവേഷൻ ഉണ്ടാവുക. ഇവിടെ എന്ന് വെച്ചാൽ ഉറങ്ങുമ്പോഴും ഇങ്ങനെ സലൈവ വന്നുകൊണ്ടേയിരിക്കും. ആൽക്കഹോൾ ക്രേവിംഗ് ഉണ്ട്. ആൽക്കഹോൾ ക്രേവിങ്ങിന് നിങ്ങൾ മടക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ദെൻ രക്തത്തില് കുറച്ച് രസമുള്ള സിംറ്റംസ് പറയുന്നുണ്ട്. അത് എക്സാമിന് ചോദിച്ചിട്ടും ഉള്ളതാണ്. ഒബ്സ്റ്റിനേറ്റ് കോൺസ്റ്റിപ്പേഷൻ ഫോർ ഇയേഴ്സ്, വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന കോൺസ്റ്റിപ്പേഷൻ ആണ്. ഇങ്ങനെ രക്തം എന്തോ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്ന പോലെ, ടൈഡ് അപ്പ് വിത്ത് സ്ട്രിക്ചേഴ്സ്. ഇനിയിപ്പോ നമ്മൾ എനിമ കൊടുത്തു കഴിഞ്ഞാലോ, സാധാരണ എനിമ കൊടുത്താൽ പെയിൻ ഒന്നും അറിയാതെ നമ്മൾ സുഖമായിട്ട് പാസ് ചെയ്യണം അല്ലെ. ഇവിടെ എനിമ കൊടുത്തു കഴിഞ്ഞാല് അഗ്നി ഓഫ് പാസേജ് വാസ് ലൈക്ക് ലേബർ, ഒരു ലേബർ പോലെ ആയിരിക്കും പാസ് ചെയ്യുക.
ഇതേപോലെ വരുന്ന 2 റെമഡീസ് പറയുന്നുണ്ട്, ലാക്കനീനം ആൻഡ് ട്യൂബർകുലിനം. മറന്നു പോകരുത് കേട്ടോ. അതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഈ സെന്റൻസ് ഇതേപോലെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. ബ്രാക്കറ്റിലുള്ളതും കൂടി പഠിക്കുക, ലാക്കനീനം ആൻഡ് ട്യൂബർകുലിനം. അപ്പൊ ഇത്രയും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്തുണ്ടാവും? ഫിഷേഴ്സ് ഉണ്ടാവും. ഫിഷേഴ്സ് വെൻ ഏനസ് ആൻഡ് റെക്ടം. ഫിഷേഴ്സിന് അടുത്തൊരു നല്ല റെമഡി തൂജയാണ്. റെക്ടൽ പ്രൊലാപ്സ് ഉണ്ടാവും. ഒബ്സ്റ്റിനേറ്റ് കേസസ് വിത്ത് സിഫിലിറ്റിക് ഹിസ്റ്ററി. ദെൻ നേരത്തെ നമ്മൾ പറഞ്ഞ ലൂക്കോറിയ. ലൂക്കോറിയ എങ്ങനെയാണ്? അലൂമിനിയം ആണ് കേട്ടോ ബ്രാക്കറ്റിൽ. അലൂമിനിയനെ പോലെ പ്രൊഫ്യൂസ് ആയിട്ടുള്ള സോക്കിംഗ് ത്രൂ നാപ്കിൻസ് ആൻഡ് റണ്ണിങ് ഡൗൺ ടു ദ ഹീൽ, അങ്ങനെ ഒഴുകി ഇറങ്ങുന്ന പ്രൊഫ്യൂസ് ലൂക്കോറിയാണ് ഉണ്ടാവുക. ഇനി ഇതിന്റെ സീവിയസ്. ഇതിന്റെ സീവിയസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവിടെ കുറച്ച് കമ്പാരിസൺ പറയുന്നുണ്ട്. ഹാർട്ടില് നല്ല പെയിൻ ഉണ്ട്, ലാൻസിനേറ്റിംഗ് പെയിൻ ഉണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ടത് എവിടെ മുതൽ എവിടെ വരെയാണെന്നുള്ളതാണ്. ഫ്രം ബേസ് ടു അപ്പെക്സ് അറ്റ് നൈറ്റ്. അതാണെങ്കിൽ സിഫിലിനം. ബേസ് ടു അപ്പെക്സ് ആണെങ്കിൽ സിഫിലിനം. എന്നാൽ അപ്പെക്സ് ടു ബേസ് ആണെങ്കിൽ റെമഡി മാറി മെഡോറിനമാണ്. അപ്പെക്സ് ടു ബേസ് ആണെങ്കിൽ മെഡോറിനമാണ്. ഇനി അഥവാ ബേസിൽ നിന്ന് ക്ലാവിക്കിളിലേക്കോ ഷോൾഡറിലേക്കോ പോവുകയാണെങ്കിൽ റെമഡി സ്പൈജീലിയാണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി എക്സ്ട്രിമിറ്റീസ് നോക്കുമ്പോൾ rheumatism of shoulder joint or at the insertion of deltoid. ഷോൾഡർ ജോയിന്റിന്റെ റുമാറ്റിസത്തിന്റെ റെമഡിയാണ് സിഫിലിനം. പേഷ്യന്റ് എങ്ങനെയാ? ലാറ്ററലി കൈ പൊക്കാൻ പറ്റില്ല, അഗ്രവേഷൻ ആണ്. റൈറ്റ് സൈഡ് ആണെങ്കിൽ സാൻക്യുനേറിയും ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ഫെറമെറ്റും വരുന്നുണ്ട് കേട്ടോ. ഇവർക്ക് എപ്പോഴും ഇങ്ങനെ കൈ കഴുകിക്കൊണ്ടിരിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. ദെൻ സിഫിലിനത്തിന്റെ സ്കിന്നിൽ ഇക്തിയോസിസ് ആണ് ബോറിക്കില് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന കണ്ടീഷൻ. ഇതിന്റെ ഇറപ്ഷൻസ് ഒക്കെ ഭയങ്കര കോപ്പർ കളേർഡ് ഇറപ്ഷൻസ് ആയിരിക്കും, റെഡ് കോപ്പർ കളേർഡ് ഇറപ്ഷൻസ് ആയിരിക്കും. പക്ഷെ തണുപ്പടിച്ചു കഴിഞ്ഞാൽ സംഭവം ബ്ലൂ കളറായി മാറും. ഇപ്പോ സിഫിലിറ്റിക് അഫെക്ഷൻസ് ആണ് നമ്മൾ നല്ല രീതിയിൽ സെലക്ട് ചെയ്ത റെമഡി ഫെയിൽ ആയാലും നമുക്ക് സിഫിലിനം ചിന്തിക്കാം. അതുപോലെ ഷാങ്കർ ഒക്കെ ലോക്കൽ മീൻസിൽ ട്രീറ്റ് ചെയ്ത് മാറ്റി സപ്രസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ത്രോട്ടിലും സ്കിന്നിലും ഒക്കെ വർഷങ്ങളായിട്ട് ട്രബിൾ സഹിക്കുന്ന ആൾക്കാരാണെങ്കിലും സിഫിലിനം കൊണ്ട് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. ഇനി ഇതിന്റെ അഗ്രവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ നൈറ്റ് ഫ്രം ട്വിലൈറ്റ് ടു ഡേ ലൈറ്റ് ആണ്. ബോറിക്കിൽ ഒരു അമിലറേഷൻ പറയുന്നുണ്ട്. മൗണ്ടെയിൻസ് മലമുകളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അമിലറേഷൻ ആണ്. അതേപോലെ ഡ്യൂറിങ് ഡേ സീക്കേൽ കോർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എഗെയിൻ അനദർ നോസോഡ് ആണ്. സ്പേർഡ് റൈ ഓർ എർഗോട്ട് എന്ന് പറയും. റൈ എന്ന് പറയുന്ന ഒരു ഗ്രെയിൻ ആണ് അല്ലെ. ആ ഗ്രെയിനിൽ ഫംഗസ് വന്ന് അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ അതിൽ നിന്നാണ് സീക്കേൽ കോർ എടുക്കുന്നത് കേട്ടോ. ഫംഗസ് ഗ്രോത്ത് വിച്ച് അറ്റാക്സ് ദ ഗ്രെയിൻ. അപ്പം മെയിൻ ആയിട്ടും സീക്കേൽ കോറിന്റെ ആക്ഷൻ വരുന്നത് 2 സിസ്റ്റത്തിലാണ്. സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് നെർവസ് സിസ്റ്റം. ബ്ലഡിലും നെർവസ് സിസ്റ്റത്തിലാണ് ആക്ഷൻ വരുന്നത്. പിന്നെ ഇതെന്താണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇത് എവിടെ ചെന്നാലും കൺട്രാക്ഷൻ ഉണ്ടാക്കി കളയും. കൺട്രാക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് സീക്കേൽ കോറിന്റെ ഒരു ഹോബി. പ്രൊഡ്യൂസസ് കൺട്രാക്ഷൻ ഓഫ് നോൺ സ്ട്രയേറ്റഡ് മസിൽ ഫൈബേഴ്സ്. അപ്പോൾ അത് വെച്ചിട്ട് ഇത്ര ഒരു ഐഡിയ വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്കി സിംറ്റംസ് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. മെയിൻ ആയിട്ടും സീക്കേൽ കോറ് ഭയങ്കര വൃത്തിയില്ലാത്ത അങ്ങനത്തെ ഉള്ളൊരു വുമൺസിന് അഡാപ്റ്റഡ് ആയിട്ടുള്ള തിൻ സ്ക്രൗണി എന്ന് പറഞ്ഞാൽ വൃത്തിഹീനം എന്നാണ് കേട്ടോ. തിൻ സ്ക്രൗണി ഫീബിൾ കാറ്ററ്റിക് അപ്പിയറൻസ് ഇറിറ്റബിൾ നെർവസ് ടെമ്പറമെന്റ് പെയിൽ സൺകൺ അനീമിക് ആണ്. വളരെ വിളറി വെളുത്ത് അങ്ങനത്തെ ഇരിക്കുന്നൊരു ടൈപ്പ് ആയിരിക്കും. വെരി ഓൾഡ് ഡിസ്ക്രിപ്റ്റ് ഫീബിൾ പേഴ്സൺസ്. ഫീബിൾ എന്ന് പറയാൻ കാരണേ ഇവർക്ക് ഒന്നിനോടും അങ്ങനെ റെസ്പോണ്ട് ചെയ്യത്തില്ല. ഈവൻ എല്ലാം എവറിത്തിങ് സീംസ് ലൂസ് ആൻഡ് ഓപ്പൺ. നോ ആക്ഷൻ. ഒന്നിനും ഒരു ആക്ഷൻ ഇല്ലാത്ത പോലെയാണ് കിടക്കുന്നത്.
വെസൽസ് ഒക്കെ ഫ്ലാബി ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഹെമറേജ് പാസീവ് ആയിരിക്കും. ഈ സിക്കൽ കോറ് കൊയാഗുലേഷൻ നടക്കത്തില്ല സിക്കൽ കോറിന്റെ കേസസിൽ. അതുകൊണ്ടാണ് ഈ ഹെമറേജ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. കൊയാഗുലേഷന് ആ പ്രോസസ്സിനെ ഇത് ബ്ലോക്ക് ചെയ്ത് കളയും. അപ്പൊ പാസീവ് ഹെമറേജ് അവിടെ ഉണ്ടാവും. കോപ്പിയസ് ഫ്ലോ ഓഫ് തിൻ ബ്ലാക്ക് വാട്ടറി ബ്ലഡ്, ദ കോർപ്പസിൽസ് ആർ ഡിസ്ട്രോയിഡ്. ഇനി ഫിസിക്കൽ ജനറൽസ് നോക്കുമ്പോൾ ഹെമറേജിക് ഡയാത്തസിസ് ആണ്. The slightest wound cause bleeding for week, like lachesis and phosphorus. ഒരു ചെറിയൊരു wound മതി, പക്ഷെ അത് ആഴ്ചകളോളം ബ്ലീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. Lachesis and phosphorus. Discharge of sanous liquid blood with a strong tendency to putrescence. Tingling in limbs and great debility, especially when the weakness is not caused by previous loss of fluid. ഇവർക്ക് ഉണ്ടാവുന്ന വീക്ക്നെസ് എന്ന് വെച്ചാൽ ഈ ഒരു ഹെമറേജ് കാരണം ഉണ്ടാവുന്ന വീക്ക്നെസ് അല്ല. ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഫോമിക്കേഷൻ ഫീലിംഗ് ഉണ്ട്. അതായത് സ്കിന്നിനടിയിലൂടെ എന്തോ ഒന്ന് ഇഴഞ്ഞു പോകുന്ന പോലെ ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും സിക്കേൽ കോറിന് എപ്പോഴും. പിന്നെ സിക്കേൽ കോർ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഗാംഗ്രീൻ ആണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, അല്ലെ? ഈ ഗാംഗ്രീൻ എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മുടെ ക്യാപ്പിലറീസിലൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൺട്രാക്ഷൻ ഉണ്ടാക്കുന്നത് ഇതിന്റെ ഒരു ഹോബിയാണ്. അപ്പൊ നമ്മുടെ ക്യാപ്പിലറീസിലൊക്കെ ഇത് ചെന്നിട്ട് കൺട്രാക്ഷൻ ഉണ്ടാക്കും. അതും കുറച്ചു നേരത്തേക്കല്ല, പ്രൊലോങ്ഡ് കൺട്രാക്ഷൻ. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? സർക്കുലേഷൻ തടസ്സപ്പെടും. അതിന്റെ ഭാഗമായിട്ട് ബ്ലഡ് അവിടെ കെട്ടിക്കിടക്കും. Thus, local nutrition is deranged and the part consequences die. അതായത് ആ ഒരു പാർട്ട് പതുക്കെ കൊണ്ട് എന്ത് തുടങ്ങും? അത് ഡെഡ് ആയി പോകും. This action of Secale core leads to it use in dry gangrene. ഈ ഒരു ആക്ഷൻ കാരണമാണ് ഇതിനെ ഡൈ ഗാംഗ്രീനില്, എസ്പെഷ്യലി ഓൾഡ് ഏജ് ആയവർക്കുള്ള ഡൈ ഗാംഗ്രീനില് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവർക്കെന്ന് വെച്ചാൽ ബോഡി മുഴുവൻ ബേണിംഗ് സെൻസേഷൻ ആണ്. അതായത് ഇപ്പൊ ഒരു നമ്മൾ ഈ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് സ്വന്തം ദേഹത്തോട്ട് പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? as if spark of fire were falling on the patients. അവിടെ ബ്രാക്കറ്റില് ആർസാൽവിനും ആ ഒരു ഫീലിംഗ് ആണെന്നാണ് പറയുന്നത്. അത്ര ഒരു ബേണിംഗ്നെസ് ഉണ്ട്. അൺനാച്ചുറൽ റവീനസ് അപ്പറ്റൈറ്റ് പറയുന്നുണ്ട്. ഇവർക്ക് ക്രേവിങ്സ് പുളിപ്പുള്ള സാധനങ്ങളോടായിരിക്കും. ആസിഡ്സ് ആൻഡ് ലെമണേഡ്സിനോടാണ് സിക്കേൽ കോറിന് ക്രേവിംഗ് ഉള്ളത്. Then the skin feels cold to touch, that the patient cannot tolerate covering. നമ്മൾ തൊട്ട് നോക്കിയാൽ നല്ല തണുത്ത് വിറച്ച് ഐസ് പോലെ ഇരിക്കും, പക്ഷെ എന്നാൽ പോലും കവർ ചെയ്യാൻ പേഷ്യന്റിന് ഇഷ്ടമല്ല. ഇപ്പൊ എക്സ്ട്രിമിറ്റീസ് ഒക്കെ ഭയങ്കര കോൾഡ് ആയിരിക്കും. ഹിപ്പോക്രാറ്റിക് ഫേസ് ആണ്, അതായത് ഒരു അനീമിക് വന്ന പോലെ, അനീമിയയുടെ ഫീച്ചേഴ്സ് ഒക്കെ കാണിക്കുന്ന ഒരു വിളറിയ മുഖമായിരിക്കും. സൺകൺ ഐസ്, ബ്ലൂ റിംഗ് അറൌണ്ട് ഐസ് ഒക്കെ കാണും. ഇനി നമ്മൾ GIT-യിലേക്ക് നോക്കുമ്പോൾ ഡയേറിയ ഉണ്ട്. ഡയേറിയ ബോറിക്കിൽ ഇതിന് ഒലിവ് ഗ്രീൻ അപ്പിയറൻസ്, ഒലിവ് ഗ്രീൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒലിവ് ഗ്രീൻ ഡയേറിയ ആണ്. പക്ഷെ ഇവിടെ വന്നിട്ട് കീനോട്ടിൽ പറയുന്നത് ബ്രൗണിഷ് ആണ്. പ്രൊഫ്യൂസ് വാട്ടറി പ്യൂട്രിഡ് ബ്രൗൺ, ഡിസ്ചാർജ് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്. ഭയങ്കര ഫോഴ്സിൽ പുറത്തേക്ക് പോകും. ലൈക്ക് റെമഡിയുടെ പേര് ഒരു മിനിറ്റ്, ഗംബോഗിയ ആൻഡ് ക്രോട്ടാലസ് ഹോറിഡസ്. അതുപോലെ ഗ്രേറ്റ് ഫോഴ്സിൽ വരുന്ന ഡയറിയ ആയിരിക്കും. എന്നാൽ പെയിൻലെസ് ആണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യാം. പെയിൻലെസ് ആണ്, വെരി എക്സോസ്റ്റിംഗ് ആണ്. ഏനസ് ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ച പോലെ. നമുക്ക് നേരത്തെ നമ്മൾ ഫിസിക്കൽ ജനറൽസിൽ പറഞ്ഞല്ലോ, എവറിത്തിങ് സീംസ് ലൂസ് ആൻഡ് വൈഡ് ഓപ്പൺ. അതുപോലെ ഇരിക്കും. അപ്പൊ അറിയാണ്ട് ഇൻവോളണ്ടറി ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് ബ്രാക്കറ്റിൽ പറയുന്ന റെമഡി എപ്പിസ് ആൻഡ് ഫോസ്ഫറസ് ആണ്. കൊളാപ്സ് ഇൻ കോളറ ഡിസീസ്, സ്കിൻ കോൾഡ്, ഇറ്റ് കനോട്ട് ബെയർ ടു ബി കവേർഡ്. കോളറയിലെ കൊളാപ്സ് എത്തുന്ന സ്റ്റേജിൽ, കൊളാപ്സ് ആയി, കോളറ വന്ന് കണ്ടിന്യൂസ് ആയിട്ട് കോളറ ഉണ്ടായി കൊളാപ്സിലേക്ക് പോയി, സ്കിന്നൊക്കെ ഭയങ്കര തണുത്തിട്ടാണ്, എന്നാലും പേഷ്യന്റ് കവർ ചെയ്യില്ല. അപ്പൊ നമുക്ക് സിക്കേൽ കോർ ചിന്തിക്കാം. പക്ഷേ അത് ആരെ പോലെ? ക്യാംഫറിനെ പോലെ. പക്ഷെ എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ബോറിക്കിൽ പറയുന്നുണ്ട് ക്യാംഫറും സിക്കേൽ കോറും ആന്റിഡോട്ട് ആണ് കേട്ടോ. ആന്റിഡോട്ട് ചെയ്യുന്ന റെമഡിയാണ് ക്യാംഫർ. ഒരു റെമഡി കൂടി ഉണ്ട്, ഓപ്പിയം. ക്യാംഫറും ഓപ്പിയവും സിക്കേൽ കോറിന് ആന്റിഡോട്ട് ആണ്. urinary enuresis of old people, urine pale, watery or bloody, urine suppressed. വലിയ കാര്യമില്ല. യൂറിനറി നമുക്ക് അങ്ങനെ വലിയ ഇമ്പോർട്ടന്റ് അല്ല.
ദെൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ലൂക്കോറിയ വരുന്നുണ്ട്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്നറിയാമോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ആർക്ക്? സീക്കേൽ കോറിന്. അപ്പോൾ ഈ ലൂക്കോറിയയുടെ കളർ ഓർത്തു വെച്ചിരിക്കുക. ഗ്രീൻ ആണ്, ബ്രൗൺ, ഒഫൻസീവ് ആണ്. നമ്മൾ നേരത്തെ സ്റ്റൂളും ഒലിവ് ഗ്രീൻ ആണെന്ന് പറഞ്ഞിരുന്നു. മെൻസസ് വന്നിട്ട് ഇറഗുലർ ആണ്, കോപ്പിയസ്, ഡാർക്ക് ഫ്ലൂയിഡ് വിത്ത് പ്രസ്സിംഗ്, ലേബർ ലൈക്ക് പെയിൻ ഇൻ അബ്ഡോമൻ. ലേബർ ലൈക്ക് പെയിൻ ആണ്, അത്രയും സീരിയസ് ആയിട്ടുള്ള പെയിൻ ആയിരിക്കും മെൻസസിന്റെ ടൈമിൽ. കണ്ടിന്യൂസ് ഡിസ്ചാർജ് ഓഫ് വാട്ടറി ബ്ലഡ് അണ്ടിൽ നെക്സ്റ്റ് പീരീഡ്. അടുത്ത പീരീഡ് ആവുന്നത് വരെ വാട്ടറി പോലെ, വെള്ളം പോലെ ഒരു ബ്ലഡി ഡിസ്ചാർജ് ഉണ്ടാവും. ത്രെറ്റൻഡ് അബോർഷൻ എസ്പെഷ്യലി അറ്റ് ദ 3rd month. സെയിം സിംറ്റംസ് സബൈനയിലാണ് വരുന്നത്. പ്രൊലോങ്ഡ് ബിയറിംഗ് ഡൗൺ പെയിൻ, ഫോഴ്സിങ് പെയിൻ, അതായത് കൺട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ത്രെറ്റൻഡ് അബോർഷൻ അവിടെ ഉണ്ടാവുന്നത്. 3rd month ത്രെറ്റൻഡ് അബോർഷൻ ക്രിയേറ്റ് ചെയ്യും. പ്രൊലോങ്ഡ് ബിയറിംഗ് ഡൗൺ ഫോഴ്സ്, ഫോഴ്സിങ് പെയിൻ. അതുപോലെ ഇപ്പൊ ഒരു അബോർഷൻ ഉണ്ടായെന്നിരിക്കട്ടെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പെൽ ചെയ്യുന്നില്ല. കാരണം ആ ഒരു ഫീമെയിലിന് അതിനുള്ള കഴിവില്ല, അത് എക്സ്പെൽ ചെയ്ത് പോകാനുള്ള പവർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സീക്കേൽ കോർ കൊടുത്താൽ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ അത് എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് വരും എന്നാണ് പറയുന്നത്. ഡ്യൂറിങ് ലേബറിന്റെ സമയത്തും പെയിൻ ഇറഗുലർ ആണ്, അതായത് നല്ലൊരു കൺട്രാക്ഷൻ ഉണ്ടാവുന്നില്ല, വളരെ വീക്ക് ആണ്, ഫീബിൾ ഓർ സീസിങ് ആണ്. എവറിത്തിങ് സീംസ് ലൂസ് ആൻഡ് ഓപ്പൺ ബട്ട് നോ എക്സ്പെൽസീവ് ആക്ഷൻ. അങ്ങനെയാണെങ്കിൽ സീക്കേൽ കോർ കൊടുത്താൽ അവിടെ എന്ത് നടക്കും? കൺട്രാക്ഷൻ നടക്കും. അതുപോലെ ആഫ്റ്റർ പെയിൻ, അതായത് ഡെലിവറി കഴിഞ്ഞ് പ്ലാസിന്റെ പുറത്ത് വരാനായിട്ടും വളരെ ഒരുപാട് സമയം എടുക്കുന്നു, ഒരുപാട് പെയിൻഫുൾ ആണെങ്കിൽ അവിടെയും സീക്കേൽ കോറിന് ആക്ഷൻ ഉണ്ട്. സപ്രഷൻ ഓഫ് മിൽക്ക് സപ്രസ് ചെയ്ത് ഇതാക്കുക. അതുപോലെ തിൻ സ്ക്രൗണി ആയിട്ടുള്ള, അതായത് വൃത്തിഹീനമായിട്ടുള്ള, വളരെ മെലിഞ്ഞ അങ്ങനത്തെ സ്ത്രീകൾക്ക് മിൽക്കിന്റെ സപ്രഷൻ ഉണ്ടാകുമ്പോൾ ബ്രസ്റ്റ് ഡു നോട്ട് പ്രോപ്പർലി ഫിൽ, ആവശ്യത്തിനുള്ള മിൽക്കിന്റെ പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിലും സീക്കേൽ കോർ ഇൻഡിക്കേറ്റഡ് ആണ്. ശരിക്കും ആ കൺട്രാക്ഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് മനസ്സിൽ വെച്ചിരുന്ന നമുക്കിത് വായിക്കുമ്പോൾ അത് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ സ്കിന്നിൽ പറഞ്ഞല്ലോ, സ്കിന്നില് ഗാംഗ്രീൻ ആണ്, ഡ്രൈ ആണ്, സെനൈൽ ടൈമിൽ ഉണ്ടാവുന്ന ഗാംഗ്രീൻ ആണ്, അഗ്രവേഷൻ ഫ്രം എക്സ്റ്റേണൽ ഹീറ്റ്. ഇവിടെ ഞാനൊരു കേസ് പറയാം. നമ്മൾ ഈ സീക്കേൽ കോർ വെരിക്കോസ് അൾസറിനും ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ. വെരിക്കോസ് അൾസറിനും ബോറിക്കില് പറയുന്നുണ്ട്. അപ്പൊ ഒരു വെരിക്കോസ് അൾസറിന്റെ കേസിലുള്ളൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ലാക്സിസ് ഒക്കെ കൊടുത്ത് ലാക്സിസും ആസിഡ് നൈട്രിക്കവും പോയി നല്ലപോലെ ക്യൂർ ആയൊരു കേസായിരുന്നു. അപ്പം അങ്ങനെ പുള്ളിക്കാരൻ ഒരു ആശാരിയാണ്. അപ്പം ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് കാലില് എന്തോ ഒരു സാധനം കുത്തിക്കേറി. അപ്പൊ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? നൈസായിട്ട് അതങ്ങ് ഊരി വലിച്ച് കളഞ്ഞു. വെരിക്കോസ് ഹീൽ ആയില്ലായിരുന്നെങ്കിൽ ആ മനുഷ്യൻ കുറച്ചുകൂടി കെയർ ചെയ്ത്, അതായത് ഹീൽ 2 ദിവസം കഴിഞ്ഞപ്പോ സംഭവം നന്നായിട്ട് പഴുത്തു. ടി എടുത്തിട്ടില്ലല്ലോ, നന്നായിട്ട് പഴുത്ത് നല്ല പനിയായി, ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ ആയി. ആള് ഏകദേശം പിച്ചും പേയൊക്കെ പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തി. അപ്പൊ ആളെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡയബറ്റിക് ആണ്, ഇൻസുലിൻ എടുക്കുന്ന ആളും കൂടിയാണ്. അപ്പോ അപ്പൊ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് സംഭവം തുറന്ന് നോക്കണം, ഉള്ളിലേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇപ്പൊ തുടക്കത്തിൽ ആ ഒരു വിരലിന്റെ കാലിലെ വിരലിന്റെ താഴ്ഭാഗത്ത്, തള്ള വിരലിന്റെ തൊട്ടപ്പുറത്തെ വിരലുണ്ടല്ലോ, അതിന്റെ താഴ്ഭാഗത്തേക്കാണ് ഈ വൂണ്ട് ഉണ്ടായത്. അപ്പൊ ഒന്നുകിൽ ആ ഒരു വിരൽ പോവും, വിരൽ എന്തായാലും ഉറപ്പായിട്ടും പോവും. പക്ഷെ ഇത് തുറന്ന് നോക്കിയാലേ നമുക്ക് അറിയുള്ളൂ ഡീപ്പായിട്ട് ഗാംഗ്രീൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാല് മൊത്തത്തിൽ പോകും എന്ന് പറഞ്ഞു. ഇവരാകെ ടെൻഷനായി. അങ്ങനെ ഇരിക്കുമ്പോൾ നോക്കിയിട്ട് ആ വൂണ്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കിയിട്ട് പുള്ളിക്കാരി ഭയങ്കര നിരാശയിൽ വന്ന് പറഞ്ഞു, രക്ഷയില്ല, ഇതെന്തായാലും സർജറി തന്നെ ഫുൾ എടുത്ത് കളയേണ്ടി വരും എന്നുള്ളൊരു ഒപ്പീനിയൻ ആയിരുന്നു. അപ്പൊ ഇവര് ഭയങ്കരമായിട്ട് മനസ്സ് തളർന്നു പോയി. അപ്പൊ ഇത് സർജറി ചെയ്യുന്ന ആ ഡോക്ടർ 2 ദിവസത്തേക്ക് ലീവാണ്. അപ്പൊ ഇവർ എന്നെ കോൺടാക്ട് ചെയ്തു, ഡോക്ടർ ഇതുപോലെയാണ്, കാല് കളയേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സീക്കേൽ കോർ ട്രൈ ചെയ്യും. 30 ആണ് കൊടുത്തത്, റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തു. അവരോട് റിപ്പീറ്റഡ് ആയിട്ട് സീക്കേൽ കോർ കഴിക്കാൻ പറഞ്ഞു 30-ല്. അപ്പൊ ആള് വന്ന് മരുന്ന് മേടിച്ചിട്ട് പോയി. പക്ഷെ 2 ദിവസം കഴിഞ്ഞു ഡോക്ടർ വൂണ്ട് ക്ലീൻ ചെയ്ത് അത് അത്യാവശ്യം ഒന്ന് തുറന്നെത്തിയിട്ട് പുള്ളിക്കാരി പറഞ്ഞു, കാല് സേഫ് ആണ്, കാലിന് ഒരു കുഴപ്പമില്ല, നമുക്ക് ആ ഒരു വിരൽ മാത്രം അവിടെ നിന്ന് എടുത്താൽ മതിയാവും എന്നുള്ളത്. അത് അവിടെ ഗാംഗ്രീനെ അറസ്റ്റ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? നമ്മുടെ സീക്കേൽ കോറിനുണ്ട്. അപ്പോ ഭയങ്കര എന്താ പറയാ, മിറക്കിൾ
ഒക്കെ നടക്കാൻ ശേഷിയുള്ള റെമഡീസ് ആണ്. അപ്പോൾ ഓരോ ഡ്രഗ് നമ്മൾ പഠിക്കുമ്പോഴും ആ ഡ്രഗ് കുറച്ചൊന്ന് ഡീപ്പായിട്ട് പഠിക്കുക. ഡീപ്പായിട്ട് പഠിക്കാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പുസ്തകങ്ങൾ അഡീഷണൽ നിന്ന് റെഫർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഈ ഒരു 6 മാസം PSCക്ക് ട്രൈ ചെയ്യുമ്പോൾ അതിനുള്ള ടൈം ഇല്ല. എന്നാൽ പോലും അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ശരി തന്നെ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ആഴത്തിൽ പഠിച്ചാൽ ഇതൊക്കെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. നമുക്ക് തന്നെ ഇതിന്റെ സിംറ്റംസ് അത് ഇതുകൊണ്ട് ഇത് വരും എന്ന് പറയാൻ പറ്റും. ഇപ്പൊ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പ്രാക്ടീസിന് MO ആയി കഴിഞ്ഞാലും നിങ്ങളുടെ മുന്നിൽ എത്തുന്ന പേഷ്യൻസിന് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ കൊടുക്കാൻ, വണ്ടർഫുൾ ക്യൂർ കൊടുക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. മറന്നു പോകരുത്, കെന്റിന്റെ ലെക്ചേഴ്സും നാഷും ഫാരിങ്ടണും ഇത് 3 ജംസ് ആണ് നമ്മുടെ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള. ഞാൻ പറയുന്നത് ക്വിക്ക് പ്രിസ്ക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് അല്ല, അല്ലാതെ ഡീപ്പായിട്ട് ഒരു ഡ്രഗിനെ അറിഞ്ഞ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 3 ബുക്കുകൾ ഇതൊക്കെ ആയിരിക്കും. അപ്പൊ തിരിച്ചു വരാം. സ്കിന്നിൽ ഗാംഗ്രീൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ലാർജ് എക്കൈമോസിസ് ആൻഡ് ബ്ലഡ് ബ്ലിസ്റ്റേഴ്സ് ഓഫൺ കമൻസ്മെന്റ് ഓഫ് ഗാംഗ്രീൻ. അതായത് ഗാംഗ്രീൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്തുണ്ടാവുക? ബ്ലഡ് ബ്ലിസ്റ്റേഴ്സും എക്കൈമോസിസും ഒക്കെ ഉണ്ടാവുക. ബോയിൽസ് സ്മോൾ പെയിൻഫുൾ വിത്ത് ഗ്രീൻ കണ്ടന്റ്. ഇവിടെയും ഗ്രീൻ വരുന്നുണ്ട്, ലൂക്കോറിയയിലും ഗ്രീൻ വരുന്നുണ്ട്, സ്റ്റൂളിലും ഒലിവ് ഗ്രീൻ വരുന്നുണ്ട്, ബോയിൽസിൽ ഗ്രീൻ കണ്ടന്റ്. അപ്പൊ അത്രയും ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ് അവിടെ കാണിക്കുന്നത്. മച്യൂർ വെരി സ്ലോലി ആൻഡ് ഹീൽ ഇൻ ദ സെയിം മാനർ, വെരി ഡെബിലിറ്റേറ്റിംഗ്. മച്യൂർ ആവുന്നതും വളരെ പതുക്കെ ആയിരിക്കും, ഹീൽ ചെയ്യുന്നതും അത്രയും ടൈം എടുത്തിട്ടായിരിക്കും. ഇനി മൊഡാലിറ്റി നോക്കിയാൽ അഗ്രവേഷൻ ഹീറ്റ് ആണ്. വാംത് ഫ്രം കവറിംഗ് ഓഫ് ഓൾ അഫക്റ്റഡ് പാർട്ട് ഇൻ ഓൾ ഡിസീസ് വേഴ്സ് ഫ്രം ഹീറ്റ്. ചൂട് പറ്റില്ല, ചൂട് പറ്റത്തേ ഇല്ല സീക്കേൽ കോർ ആണെങ്കിൽ. അപ്പൊ അമിലറേഷൻ നേരെ അതിന്റെ ഓപ്പോസിറ്റ്. കോൾഡ് എയർ ഇവർക്ക് അമിലറേഷൻ ആണ്. ഗെറ്റിംഗ് കോൾഡ്, അൺകവറിംഗ് ദ അഫക്റ്റഡ് പാർട്ട്, റബ്ബിംഗ്. അതുപോലെ ബോറിക്കിൽ വേറൊരു അമിലറേഷൻ കൂടി പറയുന്നുണ്ട്, അതായത് ആംസ് സ്ട്രക്ചർ പാർട്ട്, അതും ഇവർക്ക് അമിലറേഷൻ ആണ്. അതുപോലെ ഇവര് സീക്കേൽ കോറിന്റെ ഫിംഗേഴ്സ് ഇവരെപ്പോഴും ഇങ്ങനെ വൈഡ് അപ്പാർട്ട് ആക്കി പിടിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ട് കേട്ടോ. അതുപോലെ ഈ ഫോമിക്കേഷൻ സെൻസേഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ദേഹത്തൂടി എന്തോ ഇഴഞ്ഞു പോകുന്ന പോലെ ഒരു സെൻസേഷൻ മിക്ക അസുഖങ്ങളിലും ഇവർ കൂടെ പറയാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ ഇതാണ് സീക്കേൽ കോർ. ഏകദേശം എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് വിചാരിക്കണു. ഇനിയിപ്പോ ഇന്ന് തന്നെ നിങ്ങൾ ഈ 3 റെമഡി പോയിട്ടൊന്ന് വായിക്കുകയാണ്, ഇന്ന് തന്നെ ഇത് പഠിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് മറന്നു പോവാതെ പഠിക്കാനായിട്ട് പറ്റും. MCQ പോയിന്റ് ഓഫ് വ്യൂയിലേക്കാട്ടിലും ക്ലിനിക്കലാണ് എനിക്ക് കുറച്ചും കൂടി പറ്റുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു ഡോക്ടർ തുഷാര. ഒരു ഡിസ്കഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 5 മിനിറ്റ് സമയം എടുക്കാം. അത് കഴിയുമ്പോൾ ഡോക്ടർ സമീഹയുടെ എൻഡോക്രൈനോളജി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഡോക്ടർ സമീഹ, പ്ലീസ് ഗെറ്റ് റെഡി. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യത്തിൽ സംശയങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ PSC ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കേസസ് ഒക്കെ ഒരുപാട് സെക്കലിക്കോറിന്റെ കേസോ സർസപ്പാറിന്റെ ചെയ്യാനുണ്ടാകും. അത് നമുക്കിപ്പോൾ ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് എന്റർടൈൻ ചെയ്യുന്നില്ല. പറഞ്ഞോളൂ, നിങ്ങൾക്ക് തന്നെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റും. ഡോക്ടർ ഇമാസിയേഷൻ സർസപ്പാറില്ല പറഞ്ഞപ്പോൾ ഇമാസിയേഷന്റെ ബാക്കി റെമഡീസ് ഒന്നുകൂടെ ഇമാസിയേഷന്റെ പറയാമേ. സർസപ്പാറില്ല ആണെന്നുണ്ടെങ്കിൽ ഇമാസിയേഷൻ ഹോൾ ബോഡി ഉണ്ട്, പക്ഷെ ഇമാസിയേഷൻ വരുമ്പോൾ സ്കിൻ ഇങ്ങനെ ചുളുങ്ങിയിട്ട് ഫോൾഡുകളിലെല്ലാം ഇങ്ങനെ തൂങ്ങി നിൽക്കും. അങ്ങനെയായിരിക്കും വരിക. നെക്കാണ് കൂടുതലായിട്ട് സർസപ്പാറിലേക്ക് ഇമാസിയേറ്റ് ചെയ്യുക, ലൈക്ക് നാട്രിമൂറിനെ പോലെ. എന്നാൽ സാനിക്കുല നാട്രിമൂറിനും ലൈക്കോപോഡിയത്തിനും ഇമാസിയേഷൻ ഒരു സ്പെഷ്യൽ ടെൻഡൻസി കാണിക്കുന്നുണ്ട്. എബോവ് ഡൗൺവേർഡ്, മുകളിൽ നിന്ന് താഴേക്കായിരിക്കും ഇമാസിയേഷൻ വരിക. അബ്രോട്ടാനോ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ബിലോ ഡൗൺവേർഡ്. അത് അബ്രോട്ടാനത്തിന്റെ കാല് നല്ലതായിട്ട് മെലിഞ്ഞിരിക്കും എന്ന് ഓർത്താൽ മതി. ബിലോ ഡൗൺവേർഡ് ആയിരിക്കും ഇമാസിയേഷൻ വരുന്നത്. പിന്നെ അയഡിൻ ആണെങ്കിൽ ജനറൽ ഇമാസിയേഷൻ ആണ്. എബോവ് ഡൗൺവേർഡ് എന്നോ ബിലോ ഡൗൺവേർഡ് എന്നോ ഒന്നുമില്ല, ജനറൽ ഇമാസിയേഷൻ ആണ്. പക്ഷെ അവർക്ക് എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കണം. നാട്രിമൂറും അങ്ങനെ തന്നെ, ഈറ്റ് ആൻഡ് ഇമാസിയേറ്റ് ഓൾ ദ ടൈം എന്നാണ് പറയാ. എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും മെലിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. പ്രധാനമായിട്ടും സർസപ്പാറില്ലിനെ പോലെ നെക്കിന്റെ പോർഷൻ ആണ് മെലിയുക.
ദെൻ അർജന്റൻ നൈട്രിക് ആണെന്നുണ്ടെങ്കിൽ ഓൾഡ് ലുക്കിംഗ് ഇമാസിയേറ്റഡ് ചൈൽഡ് ലുക്ക് ലൈക്ക് മമ്മി, ഒരു മമ്മിയെ പോലെ ഇരിക്കും കുട്ടി. താങ്ക് യു ഡോക്ടർ. ഡോക്ടറെ, സോഴ്സ് ബുക്കിൽ എത്ര ഡ്രഗ്സ് ഉണ്ടെന്നുള്ളത് ഒന്നുകൂടെ പറയാമോ? ഓക്കെ. സോഴ്സ് ബുക്കിൽ ആദ്യം എൻസൈക്ലോപീഡിയ ഓഫ് പ്യൂർ മെറ്റീരിയ മെഡിക്ക, അതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് സോഴ്സ് ബുക്ക് പഠിക്കണേ. അത് TFL എന്നാണ് എഴുതിയത്. അതിനകത്ത് 1039 മെഡിസിൻസ് ആണ് ഉള്ളത്. 12 വോളിയം ഉണ്ട്. 10 വോളിയം എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്, കാരണം ലാസ്റ്റ് 2 വോളിയം സിംറ്റം രജിസ്റ്റർ ആണ്, റെപ്പർട്ടറി പാർട്ടായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി അടുത്തത് ഹെറിങ്ങിന്റെ ഗൈഡിങ് സിംറ്റത്തില് 10 വോളിയം ഉണ്ട്, 410 മെഡിസിൻസ് ഉണ്ട്. ദെൻ കെന്റിന്റെ ലെക്ചേഴ്സ് ഒറ്റ വോളിയമേ ഉള്ളൂ, 205 മെഡിസിൻസ്, 205 മെഡിസിൻസ്. നാഷിന്റെ ലീഡേഴ്സ് ഓഫ് ഹോമിയോപ്പതിക് തെറാപ്യൂട്ടിക്സില് 229 മെഡിസിൻസ്, 229 മെഡിസിൻസ് ആണ് നാഷിൽ വരുന്നത് കേട്ടോ. പിന്നെ നാഷില് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നാഷ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് റെമഡിയിലാണ് എന്നുള്ളത് കേട്ടോ. അത് നക്സോമിക്കയാണ്. എൻഡ് ചെയ്യുന്ന മെഡിസിൻ റഫാനസ് ആണ്. നാഷില് നക്സോമിക്കയിൽ തുടങ്ങി റഫാനസിൽ എൻഡ് ചെയ്യും. പിന്നെ നമ്മുടെ ബോറിക് ദ പോക്കറ്റ് മാനുവൽ ഓഫ് ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക, അതിനകത്ത് 728 മെഡിസിൻ, 728 മെഡിസിൻസ് ആണുള്ളത്. പിന്നെ ഹോമിയോപ്പതിക് ഡ്രഗ് പിക്ചേഴ്സ് ML ടൈലറിന്റെ 113 മെഡിസിൻസ്. മെറ്റീരിയ മെഡിക്ക പ്യൂറയിൽ 67 മെഡിസിൻസ്. ക്രോണിക് ഡിസീസിൽ 47 മെഡിസിൻസ്. നമ്മുടെ സ്വന്തം അലൻസ് കീനോട്ടിൽ 188 മെഡിസിൻസ്, 188 മെഡിസിൻസ്. ഒരു ഹോമിയോ മെഡിക്കൽ ഓഫീസർക്ക് ഈ കണക്കുകളൊന്നും അറിയേണ്ട കാര്യമില്ല എങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനകത്ത് ഇതൊക്കെ ഉണ്ടാകാറുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഈ പറഞ്ഞതുപോലെ നാഷണൽ ഫസ്റ്റ് മെഡിസിൻ അങ്ങനെയൊന്നും ചോദിക്കണമെന്നില്ല, പക്ഷെ ചോദിച്ചുകൂടായികയില്ല. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് പലപ്പോഴും പ്രസക്തിയുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പലപ്പോഴും കാണാറുണ്ട്. നമ്മുടെ PSCക്ക് പലപ്പോഴും സംഭവിക്കുന്നത് ഔട്ട് ഓഫ് കേരള ആളുകളായിരിക്കും, ഔട്ട് ഓഫ് കേരള ഉള്ളവരായിരിക്കും ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അപ്പോൾ അവർ തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ആർക്കെങ്കിലും? ഈ പറഞ്ഞ മെഡിസിൻസിനെ കുറിച്ച് എന്തെങ്കിലും അഡീഷൻസോ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡോക്ടർ N. സമീഹ, എൻഡോക്രൈനോളജി, നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരുന്ന എൻഡോക്രൈനോളജി ക്ലാസിന്റെ ഒരു പാർട്ട്, ഗൊണാഡ്സ്, ടെസ്റ്റിസ് ആൻഡ് ഓവറി ആൻഡ് അനാറ്റമി യുടെ ഡീറ്റെയിലിംഗ് ആണ്. സമീഹ ഡോക്ടർ റെഡി ആണല്ലോ അല്ലേ? ഡോക്ടർ നല്ല തിരക്കുള്ള പ്രാക്ടീഷണറാണ്. പേഷ്യൻസ് വന്നിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്താൽ ഒരു പക്ഷേ ബ്രേക്ക് ആവും. ആളുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടല്ലേ? ഡോക്ടർ തുഷാരയുടെ ക്ലാസ്സിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനില്ലെങ്കിൽ നമുക്ക് സമീഹയുടെ ക്ലാസ്സിലേക്ക് പോകാം. എന്ത് പറയുന്നു? ML ടൈലറിന്റെ ബുക്കിൽ എത്ര ഡ്രഗ്സ് ഉണ്ടെന്ന് ഒന്നുകൂടെ പറയാവോ? 113, 113. താങ്ക് യു. എല്ലാവരും ബോറിക്കിൽ എത്ര ഡ്രഗ് ഉണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ഇനി അങ്ങനെ ഒരുപാട് അങ്ങനെ നോക്കണ്ട. എങ്കിൽ ഈ പറഞ്ഞ ആദ്യത്തെ TFLന്റെ അതുപോലുള്ള പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്കിലെ കണക്കുകൾ മതി. എല്ലാം കൂടെ നമ്മൾ ആ രീതിയിൽ പഠിച്ച അവസാനം കൺഫ്യൂഷൻ ആകുകയും വേണ്ട. ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പലപ്പോഴും മെഡിക്കൽ ഓഫീസർ ടെസ്റ്റിന് ഇത്തരത്തിലുള്ള കൊനസ്റ്റ് ചോദ്യങ്ങൾ, ഈ വലിയ കാര്യങ്ങൾ പഠിച്ചിട്ട് പോകുമ്പോൾ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ ചോദിച്ച് ആളുകളെ കുഴയ്ക്കുന്ന ഒരു രീതി ഉണ്ടാകാറുണ്ട്. നിങ്ങളെപ്പോഴും ആ രീതിയിലുള്ളത് ട്രെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കാര്യമാണ്. ഡോക്ടർ സമീഹ ഡോക്ടർ, ഞാൻ ടെക്നോളജി നമുക്ക്
മെറ്റീരിയ മെഡിക്ക ഒരു ഡിസ്കഷൻ ക്ലാസ് കൂടെ 6 മണി മുതൽ 7:45 വരെയുള്ള മാത്രമാണെങ്കിലും കുറച്ച് ഡിസ്കഷൻസ് ഉണ്ടാകും. നിങ്ങളും കൂടെ കുറച്ച് ഷെയർ ചെയ്ത് വരികയും നമുക്ക് അതിലൊരു ലൈവ് ഡിസ്കഷൻ തന്നെ നടത്താം. നമ്മൾ ഗ്രൂപ്പിൽ നടത്തുന്ന ഡിസ്കഷൻ പോലുള്ള ഡിസ്കഷൻസ് റെഡിയായി വരിക. അപ്പൊ ഇപ്പോ ഡോക്ടർ സമീഹയിലേക്ക് പോകും. സമീഹയിലേക്ക് ഡോക്ടർ സമീഹ സ്റ്റാർട്ട് ചെയ്തോളൂ. സ്ക്രീൻ വിസിബിൾ ആണോ സർ? ഹലോ, ഇതുവരെ കണ്ടില്ല. ഡോക്ടറെ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തു. ഡോക്ടർ വേറെ ഏതെങ്കിലും സിസ്റ്റത്തിൽ നിന്നാണോ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്? അല്ല, ഫോണിൽ തന്നെയാണ്. അതെ, അത് ഈ ഫോണിൽ തന്നെയാണല്ലോ. ഡോക്ടറെ കോ ഹോസ്റ്റ് ആക്കിയിരിക്കുന്ന ഫോണിൽ നിന്ന് തന്നെയാണല്ലോ. ഇപ്പൊ വിസിബിൾ ആണോ? ഇല്ല, ഞാൻ ചോദിച്ചത് വേറെ ഏതെങ്കിലും ഫോണിൽ നിന്നാണോ? ഈ സമീഹ എൻ എന്നുള്ള ആ ഫോണിൽ തന്നെയാണല്ലോ. ആ സെയിം ഫോണിൽ. ഓക്കെ. നമ്മുടെ ഇതില് പവർ പോയിന്റ് അതാണ് പ്രശ്നം വരുന്നത്. അതിൽ ആ ഷെയർ എന്നുള്ള ഓപ്ഷൻ കാണുന്നില്ലേ? അതെ അതെ അതെ. തിരക്ക് കൂട്ടണ്ട, ഡോക്ടർ സമാധാനമായിട്ട് ചെയ്താൽ മതി. ഡിസ്പ്ലേ ചോദിക്കുന്നുണ്ട്. സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോഴേ പറഞ്ഞോളൂ. സ്ക്രീൻ ഡിസ്പ്ലേ കാണിക്കുന്നത്. എങ്ങനെയാണ്?
ചെയ്യുന്ന സമയത്തെ ഇപ്പൊ വന്നു. വന്നു അല്ലേ? ഓക്കെ, ഇപ്പൊ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ. ശരി, അപ്പൊ നമ്മൾ ഇന്ന് അതില് ടെസ്റ്റസും ഓവർ. ഫസ്റ്റ് നമ്മള് ടെസ്റ്റസ് ആണ്. കാണുന്നുണ്ട് ഡോക്ടറെ. അപ്പോ ടെസ്റ്റസ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. Testis is the main gonad followed by the ovary female. Suspended by the spermatic cord. ഈ question വന്നത് spermatic cord. ഡോക്ടറെ വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ടേ. ആണോ? നമ്മുടെ മെയിൻ റോഡ് ആയതുകൊണ്ട് ഇപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ സ്പെർമാറ്റിക് കോഡിന്റെ കണ്ടന്റ് വന്നിട്ടുണ്ട്. 6ൽ ഉള്ളൊരു അത് ഞാൻ വന്നിട്ടുണ്ട്. ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. Gonad, the testis is suspended in the sternum by the spermatic cord. The left testis is slightly low in shape and size than the right. Left testis ആണ് size than the and it is oval in shape, compressed from side to side. അപ്പൊ സൈഡ് ടു സൈഡ് കംപ്രസ് ചെയ്യുന്ന സമയത്ത് അതിന് ഒരു 3.75 സെന്റിമീറ്റർ ലോങ് ആണ്, 2.5 സെന്റിമീറ്റർ ബ്രോഡ് ഫ്രം ബിഫോർ ബാക്ക്വേർഡ്. ആ ഒരു ഇമേജ് മനസ്സിൽ കാണാനായിട്ട് ശ്രമിക്കാം. സൈഡ് വൈസ് ആണ് കംപ്രസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 2.5 സെന്റിമീറ്റേഴ്സ് ബ്രോഡ് ഫ്രം ബിഫോർ ബാക്ക്വേർഡ് ആണ്. ലെങ്ത് 3.75 സെന്റിമീറ്റർ ആണ്. അതേപോലെ തിക്നെസ് 1.8 സെന്റിമീറ്റർ ഫ്രം സൈഡ് ടു സൈഡ്. അതാണ് അതിന്റെ ഒരു ഡയമെൻഷൻ. 3.75 ലെങ്ത്, 2.5 ബ്രോഡ് ആൻഡ് 1.8 സെന്റിമീറ്റർ തിക്ക്. പിന്നെ വെയിറ്റ് ഓഫ് ടെസ്റ്റസ് ആണ് പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. ഇറ്റ് ഇസ് അബൌട്ട് 10 to 15 grams. 10 to 15 grams ആണ് weight of testis. It has two poles, the upper and lower pole, two borders, anterior and posterior, and two surfaces, medial and lateral. നമ്മൾ പറഞ്ഞു compressed from side to side എന്ന് പറയുമ്പോൾ ആന്റീരിയർലിയും പോസ്റ്റീരിയർലിയും ആണ് രണ്ട് ബോർഡേഴ്സ് ഉണ്ടാവുക. അതേപോലെ സൈഡ്സ് മീഡിയലും ലാറ്ററലും ആയിരിക്കും. അപ്പർ പോളും ലോവർ പോളും ഉണ്ടായിരിക്കും. The upper pole provides attachment to the spermatic cord. അപ്പോൾ spermatic cord upper പോളിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. The epididymis lies along the posterior border. Epididymis lies along the posterior border. ഈ ഒരു ഇമേജ് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് എല്ലാം മനസ്സിലാക്കാം. പോസ്റ്റീരിയർ ബോർഡറിലാണ് എപ്പിഡിഡൈമിസ് വരുന്നത്. സ്പെർമാറ്റിക് കോർഡ് മുകൾ ഭാഗത്തിൽ വെസൽസ് ഉണ്ട്, നെർവ്സ് ഉണ്ട്, അതോടൊപ്പം ക്രിമാസ്ട്രിക് പ്ലെക്സസും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. Now the appendix of the testis is the remnant of paramesonephric duct. ഈ ഒരു ടെസ്റ്റിസിന്റെ ഒരു ചെറിയൊരു അപ്പൻഡിക്സ് നമുക്ക് ആ ഇമേജിൽ കാണാം. അത് ഇറ്റ് ഇസ് ദ റെമനന്റ് ഓഫ് പാരാമീസോനെഫ്രിക് ഡക്ട്. അതൊന്ന് നോട്ട് ചെയ്യാം. പിന്നെ കവറിങ്സ് ഓഫ് ടെസ്റ്റിസ് ആണ് പറയുന്നത്. ദ ടെസ്റ്റിസ് ഇസ് കവേർഡ് ബൈ ലെയേഴ്സ് ഓഫ് സ്ക്രോട്ടം. നമുക്കറിയാം സ്ക്രോട്ടത്തിലാണ് ടെസ്റ്റിസ് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്ക്രോട്ടത്തിന്റെ കവറിങ്സ് ഉണ്ട്. അതോടൊപ്പം ടെസ്റ്റിസിന്റെ സ്വന്തമായിട്ട് 3 layers ഓഫ് കവറിങ്സ് ഉണ്ട്. അതില് ട്യൂണിക്ക വജൈനാലിസ് ആണ് ഔട്ടർ മോസ്റ്റ് കവറിങ്. അത് തന്നെ വീണ്ടും പെരൈറ്റൽ ആൻഡ് വിസറൽ ലെയേഴ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ട്യൂണിക്ക വജൈനാലിസ്, വിച്ച് ഇസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു പെരൈറ്റൽ ആൻഡ് വിസറൽ ലെയേഴ്സ്. പിന്നെ മിഡിൽ ലെയർ ആണ് ട്യൂണിക്ക ആൽബുജീനിയ. ട്യൂണിക്ക ആൽബുജീനിയ ഇസ് ദ മിഡിൽ ലെയർ ഓഫ് ദ കവറിംഗ് ഓഫ് ദ ടെസ്റ്റസ്. And the tunica vasculosa is the innermost covering of the testis. The tunica vaginalis covers the whole testis except the posterior border where the testicular vessels and nerves enter the gland. അപ്പോൾ ടെസ്റ്റസിന്റെ വെസൽസും നെർവ്സും ഒക്കെ പോസ്റ്റീരിയർ ബോർഡറിൽ കൂടാണ് എൻ്റർ ചെയ്യുന്നത്. അവിടെ
മാത്രം ഈ ട്യൂണിക്ക വജൈനാലിസ് കവർ ചെയ്യുന്നില്ല. ട്യൂണിക്ക വജൈനാലിസ് where the testicular vessels enter the gland. Now the tunica albuginea or the middle layer, it is a dense white fibrous coat covering the testis all around. Tunica albuginea middle layer ആണ്, ഒരു dense white fibrous coat ആണ്. It covers the testis all around. അതേപോലെ തന്നെ ന്യൂമറസ് ഈ ഒരു ലെയറിലാണ് ന്യൂമറസ് സെപ്റ്റ ഡിവൈഡ് ദ tunica albuginea into about 200 to 300 lobules. അത് നമുക്ക് ആ ഇമേജ് വെച്ചിട്ടൊന്ന് പഠിക്കാം. ട്യൂണിക്ക ആൽബുജീനിയ മിഡിൽ ലെയർ ആണ്. അതിന് സെപ്റ്റ ഒരുപാട് ലോബ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അറൌണ്ട് 200 to 300 ലോബ്യൂൾസ് ആണ് ഈ ലെയറിലുള്ളത്. ഇമേജ് നോക്കുന്ന സമയത്ത് ട്യൂണിക്ക വജൈനാലിസ്, പെറൈറ്റൽ ആൻഡ് വിസറൽ ലെയേഴ്സ് ഔട്ടർ മോസ്റ്റ് ഭാഗത്ത് കാണാം. പിന്നുള്ളത് ട്യൂണിക്ക ആൽബുജീനിയ. അതാണ് നമുക്ക് ഈ ഒരു സെപ്റ്റ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെന്റ് അബൌട്ട് 200 to 300 ലോബ്യൂൾസ് ആണ് ഈ സെപ്റ്റ ഡിവൈഡ് ചെയ്യുന്നത്. അത് ആൽബുജീനിയ ഓർ ദ മിഡിൽ ലെയർ ആണ്. പിന്നെ ഇന്നർമോസ്റ്റ് ലെയർ ആണ് വാസ്കുലോസ. ഇറ്റ് ഇസ് ദ വാസ്കുലാർ കോട്ട് ഓഫ് ദ ടെസ്റ്റിസ്. ഇതെല്ലാം ഇമേജിൽ നിന്ന് വ്യക്തമാവുന്നതാണ്. ഇനി സ്ട്രക്ചർ ഓഫ് ടെസ്റ്റിസ് നോക്കുകയാണെങ്കിൽ the glandular part of the testis consists of about 200 to 300 lobules, and each lobule contains 2 to 3 seminiferous tubules which coils on itself. ഓരോ ലോബ്യൂളിന്റെ ഉള്ളിലും 2 to 3 seminiferous tubules ഉണ്ടാവും. അത് അതിൽ തന്നെ കോയിൽ ചെയ്തിട്ടാണ് ഉണ്ടാവുക. The stretched out ഈ seminiferous tubules stretch ചെയ്ത് കഴിഞ്ഞാൽ it is about 60 centimeter length and 0.2 millimeter diameter. And the tubules, the seminiferous tubules are lined by cells which represent stages in the formation of spermatozoa. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സ്പെർമറ്റോസോവ ഫോം ചെയ്യുന്നത് ഈ ഒരു സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ലൈനിങ്ങിലുള്ള സെൽസിൽ നിന്നാണ്. അപ്പൊ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ജോയിൻ ടുഗെദർ അറ്റ് ദ എപ്പിസസ് ഓഫ് ദ ലോബ്യൂൾസ് ടു ഫോം 20 to 30 straight tubules which enter in an area called mediastinum, and here they anastomose with each other to form a network of tubule called rete testis. അതായത് ഈ ഓരോ ലോബ്യൂളിലും ഒരു 2 to 3 സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് അവയിൽ തന്നെ സ്വയം കോയിൽ ചെയ്തിട്ടാണ് ഉണ്ടാവുക. അറ്റ് ലാസ്റ്റ് ഇത് ഓരോ ലോബ്യൂളിൽ നിന്നും പുറത്തേക്ക് വരുന്ന സമയത്ത് അത് കണ്ടൻസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 20 to 30 സ്ട്രെയിറ്റ് ട്യൂബ്യൂൾസ് ആയിട്ടാണ് ഈ മീഡിയാസ്റ്റൈനം എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇത് നമുക്ക് ആ ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ലാസ്റ്റ് 20 to 30 സ്ട്രെയിറ്റ് ട്യൂബ്യൂൾസ് ആണ് മീഡിയാസ്റ്റൈനൽ ഏരിയയിൽ ഉണ്ടാവുന്നത്. ഹിയർ ദേ അനസ്റ്റമോസ് വിത്ത് ഈച്ച് അതർ ടു ഫോം എ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾ കോൾഡ് റെറ്റെ ടെസ്റ്റസ്. ആ ഒരു ഏരിയയിൽ ആണ് നമുക്ക് റെറ്റെ ടെസ്റ്റസ് ഇമേജിൽ കാണുന്നത്. ആ മീഡിയാസ്റ്റൈനൽ ഏരിയയിൽ 2 to 3 സ്ട്രെയിറ്റ് ട്യൂബ്യൂൾസ് condense ചെയ്ത് they anastomose with each other to form a network of tubule called rete testis. And the rete testis give rise to 12 to 30 efferent ductules which emerge near the upper pole of the testis and enter the epididymis. ഇമേജിൽ എപ്പിഡിഡൈമിസ് കാണാം റൈറ്റ് സൈഡിലായിട്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് rete testis give rise to 12 to 13 efferent ductules which emerge near the upper pole of the testis and enter the epididymis. And here each tubule becomes highly coiled and forms a lobe of the head of the epididymis. ഇപ്പൊ നമ്മൾ എപ്പിഡിഡൈമസിന് ഹെഡും ടെയിലും ഒക്കെ പറയുന്നുണ്ട്. ഈ സ്ട്രക്ചർ ഒക്കെ ഫോം ചെയ്യുന്നത് ഈ ഒരു ട്യൂബ്യൂൾ തന്നെ വീണ്ടും കോയിൽ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഒരു തിക്കായിട്ടുള്ള ഒരു ഭാഗമാണ് ഹെഡ് ഓഫ് എപ്പിഡിഡൈമസ് എന്ന് പറയുന്നത്. The tubules end in a single duct which coils on itself to form the body and tail of the epididymis. Head കഴിഞ്ഞതിന് ശേഷം ബോഡി, ടെയിൽ, അങ്ങനെ ഒരു സിംഗിൾ ട്യൂബായിട്ടാണ് അവസാനം അത് അവസാനിക്കുന്നത്. And it is continuous with the ductus deferens. Coming to the arterial supply of the testicles are supplied by the testicular artery.
It is a branch of the abdominal aorta given off at second lumbar vertebra. So the testis is supplied by the testicular artery. It is a branch of the abdominal aorta given off at L2 level. ഇവിടെ നമുക്കൊരു question expect ചെയ്യാവുന്നതാണ്. Branch of abdominal aorta ആണ് testicular artery. It is given off at L2 level. അതേപോലെ തന്നെ venous drainage നോക്കുകയാണെങ്കിൽ the veins emerging from the testis forms the pampiniform plexus, which condenses into 4 veins at the superficial inguinal ring and further into 2 veins at the deep inguinal ring. For venous drainage എന്ന് പറഞ്ഞാൽ ഓരോ ഭാഗത്തു നിന്നും സ്മോൾ വെസൽസ് വന്നിട്ട് അതായത് പാമ്പിനിഫോം പ്ലെക്സസ് കണ്ടൻസ് ചെയ്തിട്ട് അറ്റ് ലാസ്റ്റ് they form 4 veins at the superficial inguinal ring and then into 2 veins at the deep inguinal ring, and these veins accompany the testicular artery. അതിന്റെയും ഇമേജ് വെച്ചിട്ടുണ്ട്, ഇതൊന്ന് നോക്കിയിട്ട് മനസ്സിലാക്കുക. അൾട്ടിമേറ്റ്ലി ഒരു സിംഗിൾ വെയിൻ ആയിട്ടാണ് ഇത് ഡ്രെയിൻ ചെയ്യുന്നത്. അത് ഇൻഫീരിയർ വീന കാവയിലേക്ക് ജോയിൻ ചെയ്യുന്നു. റൈറ്റ് സൈഡിലാണെങ്കിൽ the right testicular vein directly joins the inferior vena cava. Left side ആണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. It directly inferior vena cavaയിലേക്ക് പോകുന്നില്ല. It drains to the left renal vein. ആദ്യം ലെഫ്റ്റ് റീനൽ വെയിനിലേക്ക് പോയിട്ട് പിന്നീടാണ് അത് ഇൻഫീരിയർ വീന കാവയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ആ ഭാഗത്ത് ക്വസ്റ്റ്യൻ വരാൻ നല്ല സാധ്യത ഉണ്ട്. അത് കൺഫ്യൂഷൻ ആവുന്ന ഒരു ഏരിയ ആണ്, അതൊന്ന് ശ്രദ്ധിക്കാം. റൈറ്റ് സൈഡ് ആണ് ഡയറക്ട്ലി ഇൻഫീരിയർ വീന കാവയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡ് ആദ്യം ലെഫ്റ്റ് റീനൽ വെയിനിലേക്ക് ജോയിൻ ചെയ്തിട്ടാണ് പിന്നെ ഇൻഫീരിയർ വീന കാവയിലേക്ക് പോകുന്നത്. ആ ഒരു ഇമേജിൽ അത് നന്നായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ അവിടെ ഈ ഡിസെൻഡിങ് കോളൻ അതിനെ ഓവർലാപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പൊ അതും ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ വെരിക്കോസിലൊക്കെ വരുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ഒരു ഇമേജ് ഒന്ന് നോട്ട് ചെയ്യാം. ഡിസെൻഡിങ് കോളൻ ലെഫ്റ്റ് റീനൽ വെയിന്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇതിനെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ റൈറ്റ് ടെസ്റ്റിക്കുലാർ വെയിന് ഡയറക്ട്ലി ഇൻഫീരിയർ വിനക്കാവിലേക്ക് ജോയിൻ ചെയ്യുന്നു. ലെഫ്റ്റ് ടെസ്റ്റിക്കുലാർ വെയിന് ലെഫ്റ്റ് റീനൽ വെയിനിലേക്ക് ജോയിൻ ചെയ്തിട്ട് മാത്രമാണ് ഐ വി സിയിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് lymphatic drainage. The lymphatic drainage from the testis ascend along the testicular vessels and drain into the pre-aortic and para-aortic group of lymph nodes at L2 level. Lymphatic drainage വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട pre-aortic and para-aortic group of lymph nodes ലാണ് at L2 level ആണ് വരുന്നത്. ഇനി അടുത്തത് nerve supply. Nerve supply ആണെങ്കിൽ sympathetic nerves arising from the T10 segment of the spinal cord. ഇനി അടുത്തത് ഹിസ്റ്റോളജി ഓഫ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഇതൊരു വെരി വെരി ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഇതിൽ നിന്നാണ് അധികം ക്വസ്റ്റ്യൻസും വരുന്നത്. The seminiferous tubules consist of cells arranged in 4 to 8 layers, and the cells are of 2 types. 2 types of cells ആണ് seminiferous tubules തന്നെ ഒരു 4 to 8 layers ആയിട്ടാണ് ഉള്ളത്. അതിൽ 2 type cells ആണ് കാണുന്നത്. ഒന്നാമത്തത് very important, spermatogenic cells forming the vast majority. And the second type of cells are the supporting cells or the Sertoli cells. അപ്പോൾ 2 types of cells ആണുള്ളത്. Spermatogenic cells forming the vast majority and the supporting cells or the Sertoli cells are the next type. അതിൽ തന്നെ spermatogenic cells എന്ന് പറഞ്ഞത് ഡിഫറെന്റ് സ്റ്റേജിലാണ് ഉണ്ടാവുക. ഒന്ന് spermatogonia, primary spermatocyte, secondary spermatocyte, spermatids and spermatozoa. ഈ വെറൈറ്റി സ്റ്റേജസിലുള്ള സെൽസ് ആണ് നമുക്ക് ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ലൈനിങ്സിലുള്ള മെജോറിറ്റി ആയിട്ട് വരുന്ന സ്പെർമറ്റോജെനിക് സെൽസിൽ കാണാൻ പറ്റുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സെൽസ് ആണ് സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽസ് ദേ ആർ tall and columnar in shape, extending from the basal lamina to the central lumen, and they cells are Sertoli cells, and they extend from the basal lamina to the lumen. They are tall and columnar cells.
And their function is to support and protect the developing germ cells and help in the maturation of the spermatozoa. And the spermatogenesis is controlled by FSH of the anterior pituitary. അതും question വരാൻ chance ഉള്ളതാണ്. Spermatogenesis is controlled by FSH of the anterior pituitary. ഇനി ഇതൊന്നും അല്ലാതെ interstitial cells of Leydig എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. അതും സെർട്ടോളി സെൽസും തമ്മിൽ കൺഫ്യൂഷൻ ആവാതെ നോക്കണം. Interstitial cells of Leydig എന്ന് പറഞ്ഞാൽ they are small cluster of cells in between the seminiferous tubules. Seminiferous tubulesന്റെ ഉള്ളിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ spermatogenic സെൽസും സെർട്ടോളി സെൽസ് ഉള്ളത്. അതിന്റെ ഉള്ളിലെ ലെയർ ആണ്. എന്നാൽ Leydig സെൽസ് എന്ന് പറഞ്ഞാൽ seminiferous tubulesന്റെ അത് കോയിൽ ചെയ്തിരിക്കുമ്പോൾ അതിന്റെ ഇടയിലുള്ള സെൽസ് ആണ് interstitial cells of the Leydig. They are found as small clusters in between the seminiferous tubules and they secrete testosterone or the androgens. And the activity of the Leydig cells is controlled by the ICSH or the interstitial cell stimulating hormone from the anterior pituitary. ഈ ഹോർമോൺ നോട്ട് ചെയ്യണം. Spermatogenesis is controlled by FSH from the anterior pituitary. എന്നാൽ interstitial cells ആയ Leydig, they are controlled by the interstitial cell stimulating hormone from the anterior pituitary, and the function of the Leydig cells is to secrete testosterone. And regarding the clinical anatomy, unilateral absence of testis is called monorchism, while the bilateral absence of testis is called anorchism. പിന്നെ undescended testis or cryptorchidism, ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് താഴെയുള്ള ഇമേജ് ഒന്ന് നോട്ട് ചെയ്യാം. ഡിസെൻഡ് ഓഫ് ടെസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെവൽസിലൂടെയാണ് അത് ഡിസെൻഡ് ചെയ്ത് വരുന്നത്. അപ്പം അത് നോർമൽ ആയിട്ട് നടക്കാതിരിക്കുമ്പോൾ വഴിയിൽ വെച്ച് അത് ബ്ലോക്ക് ആവാം. അപ്പൊ നമ്മൾ ഇമേജിൽ കാണുന്നുണ്ട് അബ്ഡോമിനൽ ഏരിയയിൽ, ഇൻഗ്വൈനൽ കനാൽ, അങ്ങനെ ഓരോരോ സ്റ്റേജിലൊക്കെ അത് ബ്ലോക്ക്ഡ് ആവുന്നുണ്ട്. അതാണ് അൺഡിസെൻഡഡ് ടെസ്റ്റിസിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിനിക്കലി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ അൺഡിസെൻഡഡ് ടെസ്റ്റിസ് ആർ more prone to malignant tumors. And the ectopic testis is an abnormal position due to the deviation from the normal route. And ectopic testis is usually accompanied by indirect inguinal hernia. Ectopic testis is usually accompanied by indirect inguinal hernia. Any hermaphroditism or the intersex is a condition in which individuals show some features of male and some features of female. In true hermaphroditism, both the testes and ovary are present, while in pseudo-hermaphroditism, the gonad is of one sex, while the external or the internal genitalia are of the opposite sex. Power difference note cheya. True hermaphroditism anengil both testes and ovary are present. Pseudo-hermaphroditism anengil the gonad is of one sex, while the external or internal genitalia are of the opposite sex. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് വെരിക്കോസീൽ. വെരിക്കോസീൽ is produced by the dilatation of the pampiniform plexus of veins. Varicocele is usually left-sided because left testicular vein is longer than the right. It enters the left renal vein at right angles and it is crossed by the colon, which may compress it when loaded. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇമേജ്. അതിലേക്ക് ഒന്നും കൂടെ പോവാം. അതിനു മുമ്പ് വെരിക്കോസീൽ എങ്ങനെയാ വരുന്നത് എന്നൊന്ന് മനസ്സിലാക്കാം. It is usually left-sided because the left testicular vein is it is having a longer course than the right side. നമ്മൾ പറഞ്ഞു right side it directly goes to the inferior vena cava. Left side ആണെങ്കിൽ it first joins the left renal vein at right angles. എന്നിട്ട് അവിടെ നിന്നാണ് അത് ആ ഒരു ഏരിയയിൽ കോളൻ അതിനെ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പം കോളൻ ലോഡഡ് ആവുന്ന സമയത്ത് ഈ ഒരു വെയിൻ കംപ്രസ്ഡ് ആവുകയും അങ്ങനെയാണ് വെരിക്കോസിൽ വരുന്നത് എന്നാണ് പറയുന്നത്. ആ ഒരു ഇമേജിലേക്ക് ഒന്നും കൂടെ പോവാം. Here you can see the right testicular vein directly join the IVC, and on the left side, the left testicular vein joins the left renal vein at right angles, where the descending colon overlaps the left testicular vein. അപ്പോൾ കോളൻ ലോഡഡ് ആവുന്ന സമയത്ത് ഇറ്റ് കംപ്രസസ് ഓൺ ദ ലെഫ്റ്റ് ടെസ്റ്റിക്കുലാർ വെയിൻ, ആൻഡ് അതാണ്
വെരിക്കോസീലിന് കാരണമാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വെരിക്കോസീൽ കോമൺ ആയിട്ട് ലെഫ്റ്റ് സൈഡഡ് ആവാനുള്ള കാരണം എന്താണെന്നുള്ളത് മനസ്സിലാവും. പിന്നെ ഈ ഒരു ഇമേജിൽ നമുക്ക് ബൈലാറ്ററൽ അൺഡിസെൻഡഡ് ടെസ്റ്റിസ് അത് എവിടെയൊക്കെയാണ് ടെസ്റ്റിസ് ബ്ലോക്ക്ഡ് ആവാൻ ചാൻസ് ഉള്ളതെന്നുള്ള പൊസിഷൻസ് ആണ് കാണിക്കുന്നത്. ഒന്ന് അബ്ഡോമൻ, പിന്നെ ഇൻഗ്വൈനൽ കനാൽ, പിന്നെ ഹൈ സ്ക്രോട്ടൽ ഏരിയാസ്. പൊസിഷൻ ഓഫ് ദ എക്ടോപിക് ടെസ്റ്റിസ് ലോവർ പാർട്ട് ഓഫ് അബ്ഡോമൻ, ഫ്രണ്ട് ഓഫ് തൈ. 1 എന്നുള്ളത് താഴെയുള്ള ഇമേജിൽ ഫസ്റ്റ് ലോവർ പാർട്ട് ഓഫ് അബ്ഡോമൻ ആണ്. സെക്കൻഡ് ഫ്രണ്ട് ഓഫ് തൈ. 3 ഫിമറൽ കനാൽ, സ്കിൻ ഓഫ് പെനിസ് ആണ് 4th പൊസിഷൻ. പിന്നെ 5th ബിഹൈൻഡ് ദ സ്ക്രോട്ടം. ഈ ഒരു പൊസിഷനിലൊക്കെയാണ് ടെസ്റ്റിസ് ബ്ലോക്ക്ഡ് ആയി നിൽക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് കണ്ട ക്വസ്റ്റ്യൻ സ്പെർമാറ്റിക് കോഡ് 2006 വന്ന ക്വസ്റ്റ്യൻ ആണ്. കോഡ് contains option A pampiniform plexus of veins and the testicular artery, option B pampiniform plexus of veins, testicular artery, cremasteric artery and the lymphatics, pampiniform plexus of veins, testicular artery and lymphatics, option D pampiniform plexus of veins, testicular artery and the cremasteric artery. അതിന്റെ ആൻസർ എന്തായിരിക്കും? അതില് ഓപ്ഷൻ ബി ആണ് ആൻസർ. പാമ്പിനിഫോം പ്ലെക്സസ് ഓഫ് വെയിൻസ്, ടെസ്റ്റിക്കുലർ ആർട്ടറി, ക്രിമാസ്ട്രിക് ആർട്ടറി ആൻഡ് ലിംഫാറ്റിക്സ്. അതിൽ ക്രിമാസ്ട്രിക് ആർട്ടറിയും കൂടെ ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർത്തു വെക്കാം. പിന്നെ ടെസ്റ്റിക്കുലർ വെസൽസ് ആൻഡ് ലിംഫാറ്റിക്സ് അലോങ് വിത്ത് ക്രിമാസ്ട്രിക് ആർട്ടറി ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദ ഓവറീസ്. ഇതുവരെ ഉള്ളത് ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യണോ? വോയിസ് ഓഡിയബിൾ അല്ലേ സർ? റിപ്പീറ്റ് ചെയ്യണോ ടെസ്റ്റസ്? അല്ലെങ്കിൽ ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓവറീസിലേക്ക് പോവാണ്. ഓവറീസ് എന്ന് പറഞ്ഞാൽ they are the female gonads. It is situated each ovary lies in the ovarian fossa on the lateral pelvic wall. The ovarian fossa is bounded anteriorly by the obliterated umbilical artery. ഈ umbilical artery എന്ന് പറഞ്ഞാൽ ഫീറ്റസിൽ ആണ് ഫങ്ഷൻ ആയിട്ടുള്ളത്. ആഫ്റ്റർ ബർത്ത് ഇറ്റ് ഗെറ്റ്സ് ഒബ്ലിറ്ററേറ്റഡ്. അപ്പോൾ ആന്റീരിയർലി ഈ ഓവറിയൻ ഫോസയിൽ ഓവറിന്റെ ഫ്രണ്ടിലായിട്ടുള്ളത് umbilical artery ആണ്. Obliterated umbilical artery comes in front of the anteriorly to the ovary and posteriorly it is surrounded by the ureter and the internal iliac artery. Relations important ആണ്. അപ്പോൾ posteriorly ureterum internal iliac artery ആണ് ഉള്ളത്. Now coming to the position of the ovaries. The position of the ovary is variable. Nulliparous women ആണെങ്കിൽ its long axis is nearly vertical so that the ovary is usually described as having an upper pole and the lower pole. Nulliparous women ആണെങ്കിൽ ovary മുകളിൽ കാണുന്ന ഇമേജിലുള്ള പോലെ ഓൾമോസ്റ്റ് വെർട്ടിക്കൽ ആണ്. അതുകൊണ്ട് തന്നെ ആക്സസ് വെർട്ടിക്കൽ ആണ്. അപ്പർ പോളും ലോവർ പോളും ആണ് അതിന്റെ എൻസ്. അതേസമയം മൾട്ടിപാരസ് വിമൻ ആവുന്ന സമയത്ത് ഈ ഒരു ആക്സസ് സ്ലൈറ്റ്ലി ചെരിഞ്ഞിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ പൊസിഷനിലോട്ട് വരുന്നുണ്ട്. ഇൻ മൾട്ടിപാരസ് വിമൻ ദ ലോങ് ആക്സസ് ബിക്കംസ് ഹൊറിസോണ്ടൽ so that the upper pole of the pole points laterally and the lower pole points medially. ഡെലിവറി ഒക്കെ കഴിയുന്ന സമയത്ത് ഈ ഓവറിന്റെ പൊസിഷൻ മാറുന്നു. ആ വെർട്ടിക്കൽ ആക്സസ് ഉള്ളത് ഹൊറിസോണ്ടൽ ആവുന്നു. അപ്പർ പോളും ലോവർ പോളും അപ്പോൾ സൈഡിലോട്ടും, upper pole towards lateral side and lower pole towards the medial side ആണ് പോയിന്റ് ചെയ്യുക മൾട്ടിപാരസ് വിമനില്. And coming to the external features, in young girls before the onset of ovulation, the ovaries have smooth surface which are grayish pink in color. Young girls ആണെങ്കിൽ ബിഫോർ ഓവുലേഷൻ ഒരു പിങ്ക് കളറിലാണ്, ഗ്രേയിഷ് പിങ്ക് കളറിലാണ് ഓവറീസ് കാണപ്പെടുന്നത്. ഇറ്റ് ഹാസ് സ്മൂത്ത് സർഫസ്. After puberty, the surface becomes uneven and the color changes from pink to gray. Puberty കഴിഞ്ഞു കഴിഞ്ഞാൽ പിങ്ക് ഉള്ളത് ഗ്രേ ആയിട്ട് മാറും, സർഫസ് ആണെങ്കിൽ അൺഈവൻ ആയിട്ട് മാറും.
Each ovary has 2 poles or 2 extremities, the upper or the tubal pole and the lower or the uterine pole. Upper pole towards the tube ആണ്, fallopian tube ആണ്. Lower pole towards the uterus ആണ്, അതുകൊണ്ട് uterine pole. ഇപ്പൊ 2 borders ആണുള്ളത്, anterior or the mesovarian border and the posterior or the free border. നമ്മള് ടെസ്റ്റിസിൽ പറഞ്ഞ പോലെ തന്നെ ഓവറിയിലും ആന്റീരിയർ ബോർഡറും പോസ്റ്റീരിയർ ബോർഡറും ആണുള്ളത്. അത് സൈഡ് വൈസ് കംപ്രസ് ചെയ്ത പോലെ മനസ്സിലാക്കുക. അപ്പൊ ആന്റീരിയർ ബോർഡർ ഉണ്ട്, പോസ്റ്റീരിയർ ബോർഡർ ഉണ്ട്. അപ്പം മീസോവേറിയൻ ബോർഡർ ആണ് ആന്റീരിയർ ബോർഡർ, പോസ്റ്റീരിയർ ബോർഡർ ആണെങ്കിൽ ഫ്രീ ആണ്. മീസോവേറിയം അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ആന്റീരിയർ ബോർഡറിലാണ്. 2 സർഫസസ് ഉണ്ട്, മീഡിയലും ലാറ്ററലും. ഇനി ലിഗമെന്റ്സ് ഓഫ് ഓവറി. ഓവറിയും യൂട്രസും റിലേറ്റഡ് ആയിട്ടുള്ള ലിഗമെന്റ്സ് ആണ്. ഈ ഒരു ഇമേജ് വെച്ചിട്ട് മനസ്സിലാക്കുന്നതായിരിക്കും എളുപ്പമായിട്ടുള്ളത്. അപ്പൊ ആ ഇമേജ് ഒന്ന് ശരിക്കും ഒന്ന് നോക്കുക. അതില് ഓവേറിയൻ ലിഗമെന്റ് വരുന്നുണ്ട്, മീസോവേറിയം, മീസോസാൽപിങ്സ്. അതിന്റെ ഒക്കെ പൊസിഷൻ ഒന്ന് മനസ്സിലാക്കിയിട്ട് അടുത്തത് വായിക്കുമ്പോഴായിരിക്കും മനസ്സിലാവുക. യൂട്രൈൻ ട്യൂബ്, സസ്പെൻസറി ലിഗമെന്റ്. സസ്പെൻസറി ലിഗമെന്റ് ഓഫ് ഓവറി എന്ന് പറയുന്നത് മോസ്റ്റ് ലാറ്ററലി വരുന്നതാണ്. അതിൽ ഓവേറിയൻ ആർട്ടറിയും ഓവേറിയൻ വെസൽ വെയിൻ ഉണ്ട്. പിന്നെ ബ്രോഡ് ലിഗമെന്റ് നോട്ട് ചെയ്യാം, റൗണ്ട് ലിഗമെന്റ്, പിന്നെ കാർഡിനൽ ലിഗമെന്റ്, യൂട്രോസാക്രൽ ലിഗമെന്റ്. അത്രയും കാര്യങ്ങൾ ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് പെരിറ്റോണിയൽ റിലേഷൻസ് ഒന്ന് നോക്കാം. The ovary is almost entirely covered with peritoneum, except along the mesovarian or the anterior border, where the 2 layers of the covering peritoneum are reflected onto the posterior layer of the broad ligament of uterus. അപ്പോൾ ഓവറിന്റെ ആന്റീരിയർ ബോർഡർ എന്ന് പറഞ്ഞാൽ മീസോവേറിയം അറ്റാച്ച് ചെയ്തിട്ടുള്ള ബോർഡർ ആണ്, പോസ്റ്റീരിയർ ബോർഡർ ഫ്രീ ആണ്. അപ്പോൾ ഇറ്റ് ഇസ് എൻറ്റയർലി കവേർഡ് വിത്ത് പെരിറ്റോണിയം എക്സെപ്റ്റ് അലോങ് ദ മീസോവേറിയൻ ഓർ ദ ആന്റീരിയർ ബോർഡർ, where the 2 layers covering the peritoneum are reflected onto the posterior layer of the broad ligament of uterus. Appo anteriorly it is reflected onto the posterior layer of the broad ligament of uterus. The ovary is connected to the എന്താണ് മനസ്സിലായില്ല. ഡോക്ടറെ കണ്ടിന്യൂ ചെയ്തോളൂ. അറിയാതെ വന്നതാണെന്ന് തോന്നുന്നു. അറിയാതെ വന്ന വോയിസ് ആണെന്ന് തോന്നുന്നു. The ovary is connected to the posterior layer of the broad ligament by a short fold of peritoneum called the mesovarium. അപ്പൊ ഈ മീസോവേറിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഷോർട്ട് ഫോൾഡ് ഓഫ് പെരിറ്റോണിയം. The ovary is connected to the posterior layer of the broad ligament by a short fold of peritoneum called the mesovarium. The squamous epithelium of the mesovarium is continuous with the cubical epithelium of the ovary. Our epitheliaത്തിന്റെ ടൈപ്പ് നോട്ട് ചെയ്യാം. സ്ക്വാമസ് എപ്പിത്തീലിയം ആണ് മീസോവേറിയത്തിനുള്ളത്, cubical epithelium ആണ് ഓവറിക്കുള്ളത്. The mesovarium transmit the vessels and nerves to and from the ovary. മീസോവേറിയത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ transmit the vessels and nerves to and from the ovary. The lateral part of the broad ligament of uterus extending from the infundibulum of the uterine tube and the upper pole of the ovary to the external vessels forms a distinct fold known as the suspensory ligament of the ovary or the infundibulopelvic ligament. Image on the noka, suspensory ligament of ovary or the infundibulopelvic ligament. Right top suspensory ligament എന്ന് പറഞ്ഞാല് അതിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. The lateral part of the broad ligament of the uterus extending from the infundibulum of the uterine tube and the upper pole of the ovary to the external iliac vessels forms a distinct fold known as the suspensory ligament of the ovary or the infundibulopelvic ligament. It is also called infundibulopelvic ligament. It contains the ovarian vessels and nerves. Image anterior and posterior layers of the broad ligament കാണാം. Ovarian artery attaching to the anterior border.
Posterior border is free. And now coming to the visceral relations. Upper or the tubal pole. The upper pole is broader than the lower pole, and it is related to the uterine tube and the external iliac vein. The right ovary may be related to the appendix if the appendix is pelvic in position. Appendix in ഒരുപാട് പൊസിഷൻസ് ഉണ്ട്. പെൽവിക് പൊസിഷൻ, അതായത് ഒരു 4 o'clock പൊസിഷൻ ആണ്. ആ ഒരു പൊസിഷനിലാണ് അപ്പൻഡിക്സ് ഉള്ളത് എങ്കിൽ the right ovary may be related to the appendix in that position. The ovarian fimbria and the suspensory ligament of the ovary are attached to the upper pole of the ovary. The lower or the uterine pole. The lower pole is narrower than the upper pole and it is related to the pelvic floor. It is connected by the ligament of ovary to the lateral angle of the uterus, the posterior inferior to the attachment of the uterine tube. The anterior or the mesovarian border. The ligament lies between the two layers of the broad ligament of the uterus and it contains some smooth muscle fibers. Lower or uterine pole na kurichana parnathu. It is narrower than the upper pole. It is related to the pelvic floor. It is connected by the ligament of the ovary to the lateral angle of the uterus, posterior inferior to the attachment of the uterine tube. The ligament lies between two layers of the broad ligament of the uterus and contains some smooth muscle fibers. Anterior or mesovarian border. It is straight and is related to the uterine tube and obliterated umbilical artery. Anteriorly, nammal parnu, it is related to the obliterated umbilical artery. It is attached to the back of the broad ligament of the uterus by the mesovarium and forms the hilus of the ovary. The posterior or the free border is convex and it is related to the uterine tube and the ureter. The lateral surface is related to the ovarian fossa, which is lined by the parietal peritoneum. This peritoneum separates the ovary from the obturator vessels and nerve, and the medial surface is largely covered by the uterine tube. The peritoneal recess between the mesosalpinx and this surface is known as the ovarian bursa. The peritoneal recess between the mesosalpinx and the medial surface is known as the ovarian bursa, and only the lower pole and the lateral surfaces are not related to the uterine tube, and the remaining two borders, upper pole and the medial surface, are related to the tube. Only the lower pole and lateral surface are not related to the uterine tube. The remaining borders, upper pole and the medial surface, all are related to the uterine tube. Coming to the arterial supply of the ovaries. The ovarian artery arises from the abdominal aorta just below the renal artery. Renal artery തൊട്ട് താഴെയായിട്ട് directly abdominal aorta നിന്നാണ് ovarian artery arise ചെയ്യുന്നത്. It descends over the posterior abdominal wall and enters the suspensory ligament of the ovary. Image വെച്ചിട്ട് മനസ്സിലാക്കാം. It descends over the posterior abdominal wall and enters the suspensory ligament of the ovary. It sends branches to the ovary through the mesovarium and continues medially through the broad ligament of the uterus to anastomose with the uterine artery. Anastomosis ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. യൂട്രൈൻ ആർട്ടറിയും ovarian artery anastomose ചെയ്യുന്നുണ്ട്. And it sends branches to the ovary to the through the mesovarium and continues medially through the broad ligament of the uterus to anastomose with the uterine artery. And in addition to the ovary, the ovarian artery also supplies uterine tube, sides of the uterus and the ureter. Ovarian artery, ovary ku മാത്രമല്ല uterine tube നും sides of the uterus ഉം ureter നും കൂടെ supply ചെയ്യുന്നുണ്ട്.
The uterine artery gives some branches which reaches the ovary through the mesovarium. Coming to the venous drainage, the veins emerges at the hilus and forms a pampiniform plexus around the artery. The plexus condenses into single ovarian vein near the pelvic inlet, and this vein ascends on the posterior abdominal wall and drains into the inferior vena cava on the right side and onto the left renal vein on the left side. നേരത്തെ നമ്മൾ ടെസ്റ്റിക്കുലർ വീനസ് ഡ്രെയിനേജ് പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ഓർത്താൽ മതി. റൈറ്റ് സൈഡ് ആണെങ്കിൽ എപ്പോഴും ഡയറക്ട്ലി ഇൻഫീരിയർ വിനക്കവ ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ എപ്പോഴും ലെഫ്റ്റ് റീനൽ വെയിൻ ത്രൂ ആണ് IVCയിലേക്ക് എത്തുന്നത്. ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. അത് ക്വസ്റ്റ്യൻ കൺഫ്യൂസിംഗ് ആയിട്ട് ഓപ്ഷൻ തരുന്ന സമയത്ത് തെറ്റിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ലിംഫാറ്റിക് ഡ്രെയിനേജ് ആണ്. ലിംഫാറ്റിക് ഡ്രെയിനേജ് ഫ്രം ദ ഓവറി communicate with the lymphatics from the uterine tube and the fundus of the uterus. They ascend along the ovarian vessels to drain to the lateral aortic and the pre-aortic nodes. Testicles പറഞ്ഞ പോലെ തന്നെ lymphatic drainage lateral aortic and pre-aortic നോഡ്സിലോട്ടാണ് ഡ്രെയിൻ ചെയ്യുന്നത്. ഇമേജിൽ ലിംഫ് നോഡ്സ് വിസിബിൾ ആണ്. lateral aortic lymph nodes and pre-aortic lymph nodes. Coming to the nerve supply of the ovaries, the ovarian plexus is derived from the renal, aortic, and hypogastric plexus, and it accompanies the ovarian artery. Questions varam. Ovarian plexus is derived from the renal, aortic, and hypogastric plexus of nerves, and it accompanies the ovarian artery. It contains both sympathetic and parasympathetic nerves, and the sympathetic nerves arising from the T10 and T11, they are afferent for pain as well as efferent or vasomotor. They are afferent for pain as well as efferent or vasomotor. And the parasympathetic nerves from the S2, S3, and S4 are vasodilators. T10, T11, sympathetic nerves ഇമേജിലുണ്ട്. Now coming to the functions. Function of the ovary is the production of oocytes. During the reproductive life of about 30 years from puberty to menopause, the ovaries produce alternately one secondary oocyte per month per ovarian cycle of 28 days. Alternate ആയിട്ടാണ് alternate sidesൽ നിന്നാണ് ഓരോ തവണയും മെച്ചൂർ ചെയ്യുന്നത്. Liberation of the oocyte from the ovary is called ovulation, and it occurs about 14th day of the 28-day menstrual cycle. Variations in the length of the menstrual cycle are due to variation in the pre-ovulatory phase. The post-ovulatory phase is constant. Adum note cheya. Variation in the length of menstrual cycle are due to variation in the pre-ovulatory phase. And the oocyte is viable for about 12 to 24 hours. Oocyte is viable for about 12 to 24 hours. അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. The function of ovaries second വരുന്നത്, it is the first one production of oocytes, second production of hormones. Production of hormones estrogen is secreted by the follicular and the paraluteal cells, while the progesterone is secreted by the luteal cells. Estrogen is secreted by the follicular and paraluteal cells, while progesterone is secreted by the luteal cells. Coming to the histology of ovary, the ovary is made up of following parts. The germinal epithelium of cubical cells derived from peritoneum. The tunica albuginea is a thin layer of connective tissue. The cortex contains ovarian follicles at various stages of development, and each follicle contains one oocyte, and one follicle matures every month and sheds an oocyte. And total of 400 oocytes are ovulated in the reproductive life. അതൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഒരു റീപ്രൊഡക്റ്റീവ് ലൈഫിൽ അബൌട്ട് 400 oocytes ആണ് ചാൻസ് ഉള്ളത്.
After the oocyte is liberated, the Graafian follicle is converted into a structure called the corpus luteum. ഈ corpus luteum ആണ് progesterone secrete ചെയ്യുന്നത്. The hormone estrogen is secreted by the follicular cells of the ovarian follicles, and the progesterone is produced by the corpus luteum. Medulla has a rich vascular connective tissue containing vessels, nerves, and lymphatics. Coming to the clinical anatomy of the ovaries, determination of the ovulation. In case of sterility, the ovulation can be determined by repeated ultrasonography. Follicular study എല്ലാവരും ക്ലിനിക്കലി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അൾട്രാസോണോഗ്രാഫി ചെയ്യുമ്പോൾ ഈ ഓവം മെച്ചുറേഷനും ഓവുലേഷൻ നടന്നു കഴിഞ്ഞാലുള്ള ചേഞ്ചസും ആണ് നമ്മൾ അവിടെ അസസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഒരു അടുത്ത കണ്ടീഷൻ പ്രൊലാപ്സ് ഓഫ് ഓവറീസ് ആണ്. Ovaries are frequently displaced into the pouch of Douglas where they can be palpated by PV examination. Prolapse of ovaries into the pouch of Douglas. പിന്നെ ovarian cyst ആണ്. Ovarian cyst എന്ന് പറഞ്ഞാൽ the developmental arrest of the ovarian follicles. It may result in the formation of one or more small ovarian cysts. Multiple small theca lutein cysts involve both the ovaries in cases with Steen-Leventhal syndrome. Steen-Leventhal syndrome questions വന്നിട്ടുള്ളതാണ്. Multiple small theca lutein cysts ആണ് in the both ovaries. This syndrome is characterized by mild hirsutism, deep voice, secondary amenorrhea, and cystic enlargement of both the ovaries. For Steen-Leventhal syndrome എന്ന് പറഞ്ഞാൽ hirsutism ഉണ്ടാവും, deep voice, secondary amenorrhea, and the cystic enlargement of both the ovaries. അതും question വരാം. പിന്നെ carcinoma of the ovary ആണ്. Carcinoma of the ovary is common and it accounts for 15% of all the cancers, and it accounts for 20% of the gynecological cancers. Carcinoma of ovary, 15% of all cancers, and gynecological cancers മാത്രം എടുക്കുകയാണെങ്കിൽ it accounts for 20%. And ovaries are the commonest site in the abdomen for endometriosis. The endometrial cysts in the ovary are called chocolate cyst. Okay. അപ്പോൾ സ്ലൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തത് ടെലിഗ്രാമിലാണ്. അതിപ്പോ ചെയ്യണോ അല്ലെങ്കിൽ രാത്രി ചെയ്യണോ? ഡോക്ടറെ എന്താണ് പറഞ്ഞത്? ടെലിഗ്രാമിൽ ചെയ്യുന്ന കാര്യം എന്താ പറഞ്ഞേ? ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന്. അത് ഇപ്പൊ തന്നെ ടെലിഗ്രാമിൽ പോകണോ എല്ലാരും, അതോ രാത്രിയാണോ? അല്ല, ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് 4 മണി കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ടെലിഗ്രാമില് ക്വിസ് ബോർഡിൽ അപ്ലോഡ് ചെയ്യാൻ അറിയാമല്ലോ. ഞാൻ ചെയ്തിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അങ്ങ് ചെയ്തോളൂ. ഇപ്പൊ തന്നെ ചെയ്യാണോ? അല്ല, ഒരു കാര്യം ചെയ്യും. നമുക്ക് ടെലിഗ്രാമിന്റെ സമയം രാത്രി 8 തൊട്ട് 11 വരെ അല്ലേ? ഇന്ന് രാത്രിയുള്ള ചെയ്യാം. ഓക്കെ, ഇന്ന് 8 മണിക്ക്. ഓക്കെ. ഇനി ഇതില് റിവൈസ് ചെയ്യേണ്ട ഏതെങ്കിലും ഏരിയാസ് ഉണ്ടോ? ഡിസ്കഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, അല്ലെങ്കിൽ 3:45 കഴിയുന്നു, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അഡീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. എൻഡ് ചെയ്യാനോ സർ? ഏതെങ്കിലും ഭാഗം റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയാം.
അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാനോ സർ? ഇത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഒന്നും കൂടെ എല്ലാവർക്കും നോക്കിയതിന് ശേഷം രാത്രി PPT ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം, എൻ്റെ കയ്യിലുണ്ട്. അപ്പം വൈകിട്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്ന് ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ. ഇത് ഞാനൊന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട് സാർ ഞാൻ ഇന്ന്. അപ്പൊ ഞാൻ അതും കൂടെ ഇട്ടിട്ട് ഇന്ന് ഇത് ചെയ്യാം. ഡോക്ടർ തന്നെ PPT ഡോക്ടർ തന്നെ ഷെയർ ചെയ്ത് മതി, എഡിറ്റ് ചെയ്ത് പുതിയതേ. ഓക്കെ. അപ്പൊ ഇന്ന് രാത്രി ഇതിന്റെ ടെസ്റ്റ് ചെയ്യാം. അതെ അതെ. ഓക്കെ. അപ്പോ ഇനി നമുക്ക് 6:30-ക്കാണ് ഒരു മെറ്റീരിയ മെഡിക്ക ഡിസ്കഷൻ. അപ്പൊ എല്ലാവരും 6:30-ക്ക് കാണാം എന്ന് കരുതുന്നു. ടെലഗ്രാമിൽ ഇനിയിപ്പോൾ രാത്രി 8:30-ക്ക് 8 മണിക്ക് ശേഷമാണ് ടെലഗ്രാമിൽ ഇനിയിപ്പോൾ സമയമുള്ളത്. ഇപ്പോൾ ഒരു പക്ഷേ ഗ്രൂപ്പിൽ ഡിസ്കഷൻ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ആക്റ്റീവായിട്ട് നിൽക്കുക. PSCയുടെ ആപ്ലിക്കേഷൻ്റെ ഫോമാറ്റ് ആയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചിലപ്പോൾ നാളെയോ മറ്റോ ആകും, അല്ലെങ്കിൽ തിങ്കളാഴ്ച ആകും. കാര്യം തിങ്കളാഴ്ചയെങ്കിലും ആകണം. ജനുവരി 18 വരെയാണ്, 30 ദിവസം സമയമാണ് എപ്പോഴും ടൈം കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. സമീഹ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി. വീണ്ടും പുതിയ ക്ലാസ്സുകൾ, പുതിയ സബ്ജക്റ്റുകളുമായിട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. താങ്ക് യു ആൾ. താങ്ക് യു സർ.